أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين عند ربهم جنات النعيم. أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم لما تحكمون سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിലുമുള്ള ചെറുതും വലുതുമായ സകല രോഗങ്ങൾക്കും ശിഫ നൽകുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ദുരന്തങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിപൂർണ ഹിദായത്തിലായി ജീവിക്കുവാനും ഈമാനിലായി മരിക്കുവാനും സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും നമ്മൾ വിശദീകരിച്ചു വരുന്നത് സൂറത്തുൽ ഖലം. സൂറത്തുൽ ഖലമിൽ നിന്ന് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ള 34 മുതലുള്ള വചനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകൾ ഇന്ന് നമുക്ക് വിശദീകരിക്കാം. 34 മുതൽ 43 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തുകളിൽ ആദ്യം ഓതിവച്ച 34-ാമത്തെ ആയത്തും അവസാനം ഓതിവച്ച 42, 43 ആയത്തുകളും വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം, കേൾക്കണം. ഞാൻ വളരെ ഹ്രസ്വമായിട്ട് വിശദീകരിക്കാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ പഠിക്കുന്നത്, കേൾക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين عند ربهم جنات النعيم.
തീർച്ചയായും ഭക്തന്മാർ ദോഷബാധയെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ രക്ഷിതാവിന്റെ അരികെ സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകളുണ്ട്. ഇതാണ് 34-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. തഖ്വയുള്ള ആളുകൾക്ക്, വിശുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഒറ്റ സ്വർഗത്തിന്റെ ഒരു തോട്ടമല്ല, ഒരു ജന്നത്തല്ല, ജന്നാത്താണ്. ഒരുപാട് തോട്ടങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ട ഒരേ ഒരു നിബന്ധന തഖ്വയുള്ളവരാകണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ ആയത്തുകളിലൂടെ കൃത്യമായി പറയുന്നൊരു വിഷയമാണ് തഖ്വ എന്ന് പറയുന്നത്. സൂറത്തുൽ ഖലമിലും അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു. ഇമാം ഗസ്സാലി റഹിമഹുള്ളയെ പോലെയുള്ളവർ ഒരാള് അള്ളാഹുവിനെ എങ്ങനെയാണ് ഭയപ്പെടേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വരാൻ പോകുന്ന കാലത്ത്, ഭാവിയിൽ ഒരനിഷ്ട സംഭവം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടാലും ആ സന്ദർഭത്തിൽ ഒരാളുടെ ഹൃദയത്തിൽ ഒരു ഭയവും ഒരു എരിച്ചിലും അനുഭവപ്പെടും. ഇതാണ് യഥാർത്ഥത്തിൽ ഖൗഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോ ഒരാൾ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന നരകശിക്ഷയെയും അതുപോലെ അതിന്റെ മുമ്പ് വരാൻ പോകുന്ന ഖബറിലെ ജീവിതം, ഒരുപാട് കടമ്പകൾ കടക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു എരിച്ചിൽ അനുഭവം. അത്തരം ഒരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ നന്നാവും. അങ്ങനെയുള്ള ആളുകൾ, അവർ ദോഷബാധയെ ഭയപ്പെടുന്നവരായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. 3 രൂപത്തിൽ വരുന്നുണ്ട്. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ ആ നരക, അവൻ ഒരുക്കി വെച്ച നരക ശിക്ഷ ലഭിക്കുമോ എന്നുള്ള പേടി, സ്വർഗം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഇതാണ് സാധാരണക്കാര് അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ സാധാരണക്കാരിൽ നിന്ന് ഒരൽപ്പം വിട്ട് അറിവ് കൊണ്ടും മറ്റും അള്ളാഹുവിലേക്ക് അടുത്ത പ്രത്യേകക്കാരുടെ അവസ്ഥ, അവർ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആക്ഷേപത്തിന് താൻ പാത്രമാകുമോ എന്നുള്ള പേടിയാണ്. അതായിരിക്കും നരകമൊന്നല്ല ചിന്ത. അള്ളാഹുവിന്റെ ആക്ഷേപത്തിന് ഞാൻ പാത്രമാകുമോ, അതിന് കാരണമാകുമോ എന്നുള്ള പേടി. ഇനി ഒരു പടി കൂടി മുന്നോട്ട് പോയാൽ മഹാവിശിഷ്ടരെ സംബന്ധിച്ച് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം അവര് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് അപമര്യാദയായിട്ട് വല്ലതും എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുമോ, നാളെ പരലോകത്ത് അവനെ കാണുക എന്നുള്ള സംഭവം, അള്ളാഹുവിന്റെ ലിഖാ, ആ തിരുദർശനം, അതിനൊരു മറ വീഴുമോ എന്നുള്ള പേടി. ഇതാണ് ഏറെ ശ്രേഷ്ഠരായ അള്ളാഹുവോട് വളരെയധികം അടുത്ത മുഖറബീങ്ങളുടെ അവസ്ഥ. അതാണ് ഇതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ്. എന്തായിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം ഒരുക്കി വച്ചിരിക്കുന്നുവെന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അംബിയ മുർസലുകളൊക്കെ ഏറെ സൂക്ഷിച്ചവരായിരുന്നു, ഏറെ ശ്രദ്ധിച്ചവരായിരുന്നു. ഏറ്റവും അധികം തഖ്വയുള്ള ആള് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ ഉത്തരം പറയാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ തിരുദൂതരാണ് ഏറ്റവും അധികം വിശുദ്ധിയുള്ള ആള്, തഖ്വയുള്ള. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം. അള്ളാഹുവെ വളരെയധികം ഭയന്നുകൊണ്ടാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
40 വസന്തം പിന്നിട്ടപ്പോഴാണ് അള്ളാഹു നബൂവത്ത് കൊടുത്തത്. പക്ഷേ അതിന്റെ മുമ്പ് പോലും അറിയാതെ പോലും തന്റെ ചെറുപ്രായത്തിൽ പോലും ഒരു ചെറിയ ന്യൂനത പോലും വരാതെ അള്ളാന്റെ തിരുദൂതർ വളരെ ശ്രദ്ധയോടുകൂടി അള്ളാഹുവെ വളരെയധികം ഭയന്നുകൊണ്ടാണ് ജീവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അതേ സ്വഭാവം നബിയുടെ അനുചരന്മാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചു. വിശുദ്ധിക്ക് വലിയ മാതൃക സ്വഹാബത്തിന്. ഒന്നാമത്തെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഇവിടെ അല്ലാഹു തആല പറയുന്നത് തഖ്വയുള്ള ആളുകൾക്ക് സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. റഹ്മാൻ സൂറത്തിൽ പറയുന്നതോ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിന്റെ സന്നദ്ധിയിൽ ഹാജരാക്കപ്പെടുന്നതിന് പേടിക്കുന്നവരാരോ അങ്ങനെയുള്ള ആളുകൾക്ക് 2 സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. ആ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം തന്നെ യഥാർത്ഥത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിശുദ്ധി, അള്ളാഹുവിലുള്ള ആ ഭയം. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചു. തന്റെ വൃത്യൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന്റെ ശേഷമാണ് അത് ശുബ്ഹത്തിന്റെ മുതലാണെന്ന് ബോധ്യപ്പെട്ടത്. ശുബ്ഹത്തിന്റെ മുതൽ എന്ന് പറഞ്ഞാൽ 100% ഹലാല് അല്ല, ഹറാമ് കലർന്നിട്ടുണ്ട്. 100% ഹറാമും അല്ല. എന്നിട്ട് പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ളൊരു ഭക്ഷണം തന്റെ വയറ്റിന്റെ അകത്തേക്ക് പോയി എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. അറിയാതെ കഴിച്ചതാണെന്ന് പറഞ്ഞാൽ കഴിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ട അബൂബക്കർ എന്ന് നാളെ ചോദിച്ചാലോ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. അദ്ദേഹം കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് തന്റെ ഒരു വിരല് വായയിലേക്ക് ഇട്ടിട്ട് കൃത്രിമമായിട്ട് ഛർദി ഉണ്ടാക്കി. അദ്ദേഹം തന്റെ വൃത്യൻ കൊണ്ടുവന്ന ആ ഭക്ഷണം, ആ കഴിച്ചത്, ആ ശുബ്ഹത്തിന്റെ മുതല് മുഴുവനും എന്ത് ചെയ്തു? ഛർദിച്ചു. അങ്ങനെ ഹറാമിന്റെ ഒരു മുതല് തന്റെ വയറ്റിന്റെ അകത്ത് കിടക്കരുതെന്ന്. എന്തൊരു ശ്രദ്ധ! അങ്ങനെ ഛർദിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ പുറത്തു പോവുക, കറക്റ്റായിട്ടല്ലല്ലോ പുറത്തു പോവുക. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ നോക്കും. ഇനി നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം, പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ട് വലിയ അസുഖവും വന്നാൽ ടെൻഷൻ വേണ്ട. അറിയാതെ വല്ല ഹറാമും വല്ല ശുബ്ഹത്തിന്റെ മുതലും നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു കല്യാണത്തിന് പോയാൽ, ഒരു സൽക്കാരത്തിന് പോയാൽ സാധാരണഗതിയിൽ നമ്മൾ ആ വീട്ടിലെ കുടുംബനാഥനോട് നിങ്ങളുടെ ജോലി എന്താ, നിങ്ങളുടെ വരുമാനം എന്താ, ഇന്ന് ഇവിടെ വെച്ച ബിരിയാണിക്ക് അല്ലെങ്കിൽ നെയ്ച്ചോറിന് നിങ്ങൾ ഉപയോഗിച്ച പണം 100% ഹലാലാണോ? ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുക എന്നുള്ളത് ഇന്ന് നടക്കാത്തൊരു കാര്യമാണ്. കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ളവർ ചോദിച്ചിരുന്നു. എന്റെ വീട്ടിലേക്ക് വന്നാൽ ആര് വീടിന്റെ ഗൃഹപ്രവേശനത്തിനോ കല്യാണത്തിനോ സൽക്കാരത്തിനോ ആര് ക്ഷണിച്ചാലും ആരോടും അദ്ദേഹം പറയുമായിരുന്നു, ഹലാലായ ഭക്ഷണം മാത്രം തരുന്ന ഉറപ്പുണ്ടോ? അവരൊക്കെ രക്ഷപ്പെട്ടു പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലപ്പോഴും അത് പ്രായോഗികമാണ്. നമുക്കത് കഴിയൂല. നമ്മൾ അത്രമാത്രം ചെറുതായി പോയി. എന്നാ പിന്നെ സഹോദരൻ അറിയാതെ വല്ല ഹറാമും നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ, ഒരു മുഅ്മിനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചാൽ ചെറിയൊരു അസുഖം കൊടുക്കും. അപ്പൊ ആ പേരിൽ ഒരു വയറുവേദന ഒരു മുഅ്മിനായ മനുഷ്യന് വന്നാൽ, വയറ്റിൽ ഹറാമായ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വഴി പൊറുക്കപ്പെടും. ഈ രോഗങ്ങളൊക്കെ നമുക്ക് ഖൈറിനാണ്. ഹറാമായ ഭക്ഷണം നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് കിടന്നാൽ അതിന് ഒരു മരുന്നാണ് യഥാർത്ഥത്തിലേത്. അപ്പൊ നമ്മൾ മോമിനീങ്ങളായ ആളുകൾക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല. എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ അതൊക്കെ ഖൈറിനാണ്, അതൊക്കെ ഖൈറിനാണ്. അതിനർത്ഥം നമ്മൾ രോഗം വന്നോട്ടെ എന്ന് പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വരാതിരിക്കാനും വന്നത് മാറാനും വളരെയധികം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുകയും അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മൾ കുറെ ഓതുകയും വേണം. അത് തഖ്വയുടെ ഒരു അടയാളാണ്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എപ്പോഴും ഓതണം. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 4 ആയത്തുകൾ രോഗശമനത്തിന് മരുന്നാണ്. സൂറത്തുൽ ബഖറയിൽ നിന്ന് 255-ാമത്തെ ആയത്തുൽ കുർസിയും അതിന്റെ ശേഷമുള്ള 2 ആയത്തുകളും രോഗത്തിന് മരുന്നാണ്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഏറ്റവും അവസാനത്തെ 3 വചനങ്ങൾ ആമന റസൂൽ അടക്കമുള്ള 3 വചനങ്ങൾ
അത് നമ്മൾ എപ്പോഴും ഓതുന്നത് മാരകമായ രോഗങ്ങളെ തടയാൻ കഴിയുന്ന വചനങ്ങളാണ്. അതുപോലെ തന്നെ അൽ ഗാഫിർ സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകൾ എപ്പോഴും നമ്മൾ ഓതേണ്ടതാണ്. വസ്വാഫാത്തി സൂറത്തിലെ ആദ്യത്തെ 10 ആയത്തുകൾ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന വചനങ്ങളാണ്. തൗബ സൂറത്തിലെ അവസാനത്തെ 2 വചനങ്ങൾ വിഷബാധ ഏൽക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ മാരണക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനടക്കം വലിയ മരുന്നാണ്. അതുപോലെ അൽ ഹശ്ർ സൂറയുടെ അവസാനത്തെ 4 വചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ വചനങ്ങൾ ആവർത്തിച്ചു വരുന്ന ആ ഭാഗം നമ്മൾ പ്രത്യേകം ഓതേണ്ടതാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഫലം ഉണ്ടാവും. അൽ ഇസ്രാ സൂറ യൂനുസ് സൂറത്തിലെ 57-ാമത്തെ വചനം, അൽ ഇസ്രാ സൂറയിലെ 82-ാമത്തെ വചനം, തൗബ സൂറത്തിലെ 14-ാമത്തെ വചനം, ശുഅറാ സൂറത്തിലെ 80-ാമത്തെ വചനം, അതുപോലെ നഹ്ൽ സൂറത്തിലെ 69-ാമത്തെ വചനം, ഫുസ്സിലത്ത് സൂറത്തിലെ 44-ാമത്തെ വചനം. ഞാൻ അവസാനം പറഞ്ഞ 6 വചനങ്ങൾ സകല രോഗങ്ങൾക്കും ഔഷധമാണ്. ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞുപോയ മശായിഖുമാർ മുഴുവനും എന്തൊരസുഖം വന്നാലും ഷിഫായുടെ 6 വചനങ്ങൾ, ഞാൻ അവസാനം പറഞ്ഞ 6 വചനങ്ങൾ അത് ഒരു പാത്രത്തിൽ എഴുതിയിട്ട് കുടിക്കുമായിരുന്നു എന്നാണ്. സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തിയതാണ്. രോഗത്തെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ രോഗം വന്നാൽ അത് സുഖപ്പെടാനും ഇത്തരം ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ അതേ സമയത്ത് നമുക്കൊരു പനി വന്നാലും അതിന്റെ ഒരു ടൈമാണ്, ഒരു വയറുവേദന വന്നാലും അതൊക്കെ ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ജാഗ്രത നോക്കൂ നിങ്ങൾ. വയറ്റിന്റെ അകത്ത് ഹറാമ് ഒരിക്കലും ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു വിരൽ വായിലേക്ക് ഇട്ടിട്ട് ആ കടിച്ചത് ഛർദ്ദിച്ചു കളഞ്ഞത് എന്നാണ്. എന്തൊരു തഖ്വയുടെ വലിയൊരു ഉദാഹരണമാണ് ഇത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. സഹോദര, അത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെയധികം സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ഒരു കാലത്ത് പുണ്യനബിന്റെ തലവെട്ടാൻ പോയ ആളാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് വന്നപ്പോഴും പിന്നെ അദ്ദേഹം ആരായി? ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി പോലും പറഞ്ഞത്, ഉമറെ, താങ്കൾ ഒരു വഴിയിലൂടെ വരുമ്പോ ഇബ്ലീസ് പോലും വഴി മാറി പോകുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ വരുന്നത് കണ്ട പിശാച് മറ്റൊരു വഴിയിലൂടെ പോകത്രേ. പിശാചിന് പോലും ഭയമായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ മകൻ തന്റെ പിതാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പിതാവിന്റെ തഖ്വയെ സംബന്ധിച്ച്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു തന്റെ പിതാവിന്റെ സൂക്ഷ്മത. ഭരണം ഏറ്റെടുത്തതിന്റെ ശേഷം അദ്ദേഹം മാർക്കറ്റിലെ ചന്തയിൽ ഒരു മിന്നൽ പരിശോധന എടുത്തു. ആ സമയത്താണ് തന്റെ മകന്റെ ഏതാനും ഒട്ടകങ്ങളെ കണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകങ്ങൾ, തടിച്ചു കൊടുത്ത ഒട്ടകങ്ങളെ കണ്ടപ്പോ മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ചോദിക്കാണ്, എന്താണ് മോനെ ഇത്, ആരതാണ് ഈ ഒട്ടകങ്ങൾ? അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഇത് എന്റെ ഒട്ടകങ്ങളാണ്, ഇത് ഞാൻ നേരത്തെ വാങ്ങിയതാണ്. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ ഒട്ടകം വാങ്ങുമ്പോ ഈ രൂപത്തിൽ തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളായിരുന്നോ? അല്ല. എന്നാ പിന്നെ ഇത് ഉമറുൽ ഫാറൂഖിന്റെ, അമീറുൽ മുഅ്മിനീന്റെ മകന്റെ ഒട്ടകമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ആളുകൾ ഇതിന് തീറ്റ കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ദുരുദ്ദേശങ്ങളുണ്ടാവും. അത് പിന്നെ ഭരണത്തെ ബാധിക്കും. അതുകൊണ്ട് തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് ഞാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നീ ഈ ഒട്ടകം വാങ്ങുമ്പോൾ അതിന് എത്ര വില കൊടുത്തു? ആ വിലക്കുള്ള ഒട്ടകം ഇതിൽ നിന്ന് നീ എടുത്തോ, ബാക്കി ഉടനെ തന്നെ ബൈത്തുൽ മാലിലേക്ക് അടക്കണമെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സഹോദര തന്റെ മകനോട് പറഞ്ഞു. തഖ്വ നോക്കൂ നിങ്ങൾ. കാരണം ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നീതിയോടുകൂടെ ഭരണം നടത്തിയാൽ നാളെ പരലോകത്തെ അർശിന്റെ മേൽ ഉറപ്പാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദുല്ലിഹി യൗമ ലാ ദുല്ല ഇല്ലാ ദുല്ലു ഇമാമുൻ ആദിൽ. അങ്ങനെയുള്ള നിബിധങ്ങൾ പറഞ്ഞത്. നാളെ പരലോകത്തെ അർശിന്റെ തണലുണ്ട്. അള്ളാഹുവിന്റെ അർശിന്റെ തണലില്ലാതെ വേറൊരു തണലുമില്ല. പ്രധാനമായും 7 വിഭാഗത്തിന് അല്ലാഹു തആല അത് നൽകും. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി.
നീതിയോടുകൂടെ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള കാര്യമാണ്. ഇതേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെ താൻ ഭരണം ഏറ്റെടുത്തതിന്റെ ശേഷം ഓരോ ഏരിയയിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു. ജില്ലാ കലക്ടർമാരെ നിയോഗിക്കുന്നത് പോലെ ഓരോ ജില്ലയിലും ഈ ഗവർണർമാരെ മുഴുവനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പ്രത്യേക ഒരു ഉപദേശം കൊടുത്തു. ഒന്നെന്താ ഉപദേശം കൊടുത്തറിയോ? ഒരൊറ്റ ഗവർണർ തുർക്കി കുതിര ഉപയോഗിക്കരുത് എന്നാണ്. തുർക്കിയിൽ നിന്ന് വരുന്ന കുതിരകൾ നല്ല മേത്തരം കുതിരകളായിരിക്കും. ഇന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ചില കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ തറവാട് സാധനമായതുകൊണ്ട് നമുക്കത്ര വില ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിദേശ നിർമ്മിതമായ വാഹനങ്ങളെ ആശ്രയിക്കാറുണ്ട്. ആരും കാണാത്തതും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാത്തതും പേരിനും പെരുമക്കും വേണ്ടിയിട്ട് ദുരഭിമാനം നടിക്കാൻ ഇറക്കാറുണ്ട്. ഒരു സഞ്ചരിക്കുക എന്നുള്ള യാത്ര പോവുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല ആളുകൾ കാണുന്നത്, ദുരഭിമാനത്തിനാണ്. തുർക്കി കുതിര എന്ന് പറയുന്ന ഏറ്റവും മുന്തിയ കുതിരകളാണ്. അപ്പോ ഒരു ഗവർണർ തുർക്കി കുതിരയിൽ സഞ്ചരിക്കുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇതൊക്കെ ബൈത്തുൽമാലിന്റെ പണം എടുത്തിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരും. ഇന്നത്തെ ആധുനിക ഭരണാധികാരികൾക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ നിലപാടൊക്കെ വലിയ പാടാണ്. ഇന്നിങ്ങനെ ഭരണരംഗത്ത് കൂടുതൽ പദവി കിട്ടുന്തോറും വാഹനങ്ങളുടെ വലുപ്പം കൂടാ ചെയ്യും, അല്ലെ? ഒരു മെമ്പർ ഒരുപക്ഷെ ഒരു മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ പോകുമെങ്കിൽ ഒരു MLA ചിലപ്പോൾ മോട്ടോർ സൈക്കിളിന്റെ പിറകിൽ പോകാൻ തയ്യാറാവില്ല. സാധാരണഗതിയിൽ അങ്ങനെയാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ പോലെയുള്ളവർ അവരൊക്കെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് താൻ ആരെയാണോ ഭരിക്കുന്നത്, ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അതിന്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുമോ, റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം, ആ തഖ്വ കാരണം അവർ എഴുന്നേറ്റ് നടന്നിരുന്നു എന്നാണ്. രാത്രി കാൽനടയായി സഞ്ചരിക്കാൻ, അതിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ ആളുകൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാം. പ്രസവവേദന അനുഭവപ്പെട്ട ഒരു സഹോദരിക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത ഘട്ടം വന്നപ്പോ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് നട്ടപ്പാതിരക്ക് വിളിച്ചുണർത്തി കൊണ്ടുപോയിട്ട് ഒരു പെണ്ണിന്റെ പ്രസവമെടുക്കാൻ, ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരിയുടെ പ്രസവമെടുക്കാൻ ഭരണാധികാരി സ്വന്തം ഭാര്യയെ കൊണ്ടുപോയ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അദ്ദേഹം ഗവർണർമാർക്ക് ഉത്തരവ് കൊടുക്കണം, ആരും തുർക്കി കുതിര ഉപയോഗിക്കരുത്. അതോടുകൂടെ അദ്ദേഹം പറഞ്ഞത് മിനുസമുള്ള വസ്ത്രം ധരിക്കരുത്. അതിന് പറയാൻ കാരണമുണ്ട്. ഒരൊത്ത വസ്ത്രം ഉണ്ടാവും, മിനുസമുള്ള വസ്ത്രം ഉണ്ടാവും, അതിന് പണം കൂടും. അപ്പൊ ഭരണാധികാരികൾ അങ്ങനെ ഏറ്റവും നല്ല മേത്തരം മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചാൽ അത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ ധാരണ തിരുത്താനാണ് ആ രൂപത്തിൽ ഉപദേശം കൊടുത്തത്. അതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കരുത്. ഭക്ഷണം ലളിതമാക്കണം. സാധാരണക്കാരായ ആളുകൾ സുഭിക്ഷമായിട്ട് കഴിക്കുമ്പോൾ ഭരണത്തിന്റെ ആ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളോട്, സഹോദര നേതൃത്വത്തോട് ഏറ്റവും വലിയ ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ നിർദ്ദേശം കൊടുക്കുകയാണ്, മുന്തിയ ഭക്ഷണം കഴിക്കരുത്. അതുപോലെ അദ്ദേഹം കൊടുത്തത്, ആര് ഒരു ആവശ്യവുമായിട്ട് വന്നാലും ഒരു പാവപ്പെട്ട ഒരാളെ അവഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ഉദ്യോഗസ്ഥന്മാരാണ് ഒരു പണിയെടുക്കാതെ ശമ്പളം പറ്റുന്നത്? നമ്മുടെ നികുതി പണം എത്ര അങ്ങനെ പോകുന്നത്? ഒരു പണിയെടുക്കുന്നില്ല. അവരൊരു പണിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് മാത്രമല്ല അവരുടെ പെൻഷനും കാര്യങ്ങളും എത്രയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് പോകുന്നത്. ഇത് ഖജനാവിൽ വെറുതെ വരുന്നതല്ല, ഓരോ ആളുകളെയും പിഴിഞ്ഞ് നികുതിയും മറ്റുമാണ്. ആ നികുതി പണം ഉപയോഗിച്ചിട്ട്. പക്ഷെ അതിനെതിരെ ആരും ചെറുവിരൽ പോലും അനക്കില്ല. ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു പണിയെടുക്കാം. ഒരു പാവപ്പെട്ട ആളൊരു ഓഫീസിലേക്ക് ചെന്നാൽ പിന്നെ അപ്പൊ വെറുതെ പേനയും ഒരു ഫയലും എടുത്തിട്ട് ഭയങ്കര തിരക്ക് അഭിനയിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. ആ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു ഫോം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനെങ്കിലും ഒരു കുറവ് ആ സമയത്ത് പറഞ്ഞിട്ട് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. അത് ശരിയാക്കി വരുമ്പോഴാണ് മറ്റൊരു കാര്യം പറയുന്നത്. എന്നാൽ ഈ സാധുവായ മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആളുകളുടെ സ്വഭാവം കണ്ടാൽ കസേര അടക്കം ഒറ്റ ഷൗട്ട് കൊടുക്കാണോ? ചില ഓഫീസുകൾ, ചില ഉദ്യോഗസ്ഥന്മാരുടെ കളികൾ കണ്ടാൽ, ഞാൻ തമാശ പറയല്ല, ഇവരൊക്കെ പഠിക്കേണ്ടത്. അത്തരം ആളുകളൊക്കെ അവസാനം മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് അനുഭവിക്കും. എല്ലാ ആളുകളും ഒരു വിലയുണ്ടാവില്ല, സാക്ഷാൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. അധികാരത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോവും അങ്ങനെയാണ്, ആനയാണ്, ശേനയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. അധ്യാപകർക്കൊരു വില ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഒരു വിലയുണ്ടാവില്ല.
എന്നാൽ വളരെ കൃത്യമായി സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. നല്ല ആളുകൾ, ആളുകളെ സേവിക്കുന്നവർ, തന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവർ, ആളെ നോക്കാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നവർ, നല്ല മനുഷ്യർ. അവരോട് എന്നും ആളുകൾക്ക് ആദരവുണ്ട്, മനസ്സുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഹോദരാ പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ആവശ്യക്കാര് വരുമ്പോ ഒരിക്കലും അവരുടെ മുന്നിൽ വാതിലടക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്നുണ്ടാ. അദ്ദേഹം വെറും പ്രസംഗിക്കുക മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ധരിച്ച കുപ്പായത്തിൽ ഡസൻ കണക്കിന് കഷ്ണം വെച്ചിരുന്നു അത്രേ. 17 കഷ്ണം 27 കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു അത്ര ഒരു കുപ്പായത്തിന്. മോഡലല്ല, കീറിയിട്ട് അവിടെ ഒരു കഷ്ണം, അപ്പുറത്ത് കീറിയ അവിടെ വേറെ ഒരു കഷ്ണം. അപ്പൊ എത്രമാത്രമാണ് അവരുടെ തഖ്വ. ഇതായിരുന്നു സഹോദര ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നിലപാട്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ തഖ്വയും ഇപ്രകാരമായിരുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ ഭരണാധികാരികളൊക്കെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ വളരെ മുന്നിലായിരുന്നു. അദ്ദേഹത്തിന്റെ തഖ്വ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഭരണം നടത്തുന്ന കാലത്ത് ഗനീമത്തിന്റെ മതിലിൽപ്പെട്ട കസ്തൂരി അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ഗനീമത്തിന്റെ മതിലാവുമ്പോൾ അത് മൊത്തം ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള. അപ്പൊ അദ്ദേഹം അയിമങ്ങനെ പിടിച്ചു, നല്ല വാസന. പെട്ടെന്ന് അദ്ദേഹം കൊണ്ടുവന്ന് വെച്ച ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഇത് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. വാസന മോശമായതുകൊണ്ടല്ല, അത് ഗനീമത്തിന്റെ മതിലാണ്, അത് എല്ലാവർക്കും കൂടിയുള്ളതാണ്. അത് അമീറുൽ മുഅ്മിനീന്റെ ഖലീഫയുടെ റൂമിൽ മാത്രം വെച്ചിട്ട് അതിന്റെ ഉപകാരം, കസ്തൂരിയുടെ ഉപകാരം, അതിന്റെ വാസന അനുഭവിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ മാത്രം അനുഭവിച്ചു എന്ന പ്രശ്നം വരാൻ പാടില്ല. പല സൂക്ഷ്മതയാണ്. അത് ഉടനെ തന്നെ അവിടുന്ന് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്തൊരു ശ്രദ്ധല്ലേ. ഉമർ റളിയല്ലാഹുവിന്റെ അതേ നിലപാടായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം അഞ്ചാം ഖലീഫയുടെ പേരിൽ അറിയപ്പെട്ടു. ഭയങ്കര ശ്രദ്ധയായി. തന്റെ മക്കൾക്ക് നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. മുത്തുപതിച്ച വസ്ത്രങ്ങളാണ് അന്നത്തെ ചുറ്റുപാട്. ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്വഭാവം. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തതിന്റെ ശേഷം മക്കളോട് പറഞ്ഞു, നിങ്ങളത് ധരിക്കരുത് എന്ന് പറഞ്ഞു. അറിയാത്തവർ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ബൈത്തുൽ മാലിൽ നിന്ന് ഞാൻ അവിഹിതമായിട്ട് വല്ലതും പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഈ വസ്ത്രം വാങ്ങിത്തന്നതെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണ എന്തിന് കാരണമാകും? അത് അവരിങ്ങനെ പറഞ്ഞു നടക്കാൻ കാരണമാകും. അപ്പൊ അത് ഗീബത്താവും. ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നും വരാൻ പോണില്ല, പക്ഷെ അതുവഴി കുറെ ആൾക്കാർ നരകത്ത് കിടക്കണ്ടല്ലോ. ഈ തെറ്റിദ്ധാരണ വരുന്ന സമയത്ത് മനുഷ്യന്റെ സ്വഭാവം എന്താ? നിജസ്ഥിതി അന്വേഷിക്കാതെ അത് പറഞ്ഞു നടക്കും. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ തെറ്റ് സമ്പാദിക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് വെറുതെ അതിനൊരു അവസരം ഉണ്ടാക്കണ്ട. തെറ്റിദ്ധാരണ വലിയ പ്രശ്നമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മഗ്രിബിന്റെ സമയത്ത്, ഇരുട്ട് പരന്ന സമയത്ത് തന്റെ ഭാര്യ പള്ളിയുടെ അരികിലേക്ക് വന്നു. റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് തന്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ ഇരുട്ട് പരന്നിട്ടുണ്ട്. ഈ സമയം കുറച്ചപ്പുറത്തിലൂടെ 2 സ്വഹാബിമാര് പോകുമ്പോൾ നബി കണ്ടു. അവർ നബി എങ്ങനെ ഒന്ന് നോക്കി. പെട്ടെന്ന് അവരവിടുന്ന് പോയി. റസൂലിന് മനസ്സിലായിട്ടുണ്ട് അവർ തെറ്റിദ്ധരിച്ചു. റസൂൽ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഹുയൈന്റെ മകൾ സൊഫിയാണ്, എന്റെ ഭാര്യയാണെന്ന്. അല്ല, അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവരുടെ ധാരണ എന്താ? ഏതോ ഒരു പെണ്ണിനേറ്റ് നബി തങ്ങൾ ആ ഇരുട്ടത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ് കരുതിയത്. ആ പെണ്ണ് സ്വന്തം ഭാര്യയാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് മനസ്സിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തെറ്റിദ്ധാരണ വന്നാൽ അത് ആരോടെങ്കിലും ഒരു നാവിന് ഒരു ചെവിക്കത് കൈമാറിയാലോ? അതെങ്ങാനും ഒരു മുനാഫിക്കിന്റെ കയ്യിൽ കിട്ടിയാല് അവർ പറഞ്ഞു നടക്കും, റസൂൽ ഒരു പെണ്ണിനെയും കൊണ്ടുപോയി നാം. അത് പറഞ്ഞു വലുതാക്കും. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചോ അവർ എന്ന് നബിതങ്ങൾ കണ്ടതുകൊണ്ടാണ് വേഗത്തിൽ അവരെ വിളിച്ചിട്ട് ആ ധാരണ തിരുത്തിയത്. എന്തായിരുന്നാലും സഹോദര, അപ്പേരിലും ഒരുപാട് ആളുകൾ പഴക്കരുത് എന്ന് കരുതിയിട്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ആ രൂപത്തിലുള്ള തഖ്വ കാണിച്ചത്. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ തന്നെ കാണാം. അദ്ദേഹത്തിന്റെ മകളല്ല ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പ്രമുഖയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു ഭരണം നടത്തുന്ന കാലത്ത് ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു നബിയോട് വന്നിട്ട് പറഞ്ഞു, ഉപ്പ, ഇപ്പോ നിങ്ങൾ ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്. അതായത് സാമ്പത്തികമായിട്ട് കുറച്ച് അഭിവൃദ്ധിയുള്ള ടൈമാണ്. ചിലപ്പോൾ ഖജനാവില് പണം ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവില്ല. ഉള്ള ഒരു സമയത്ത് വാപ്പ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാ. മകള് വന്നിട്ട് പറയാണ്, വാ, നിങ്ങള് ഒരു മിനുസമുള്ള വസ്ത്രം, ഒരു മിനുസമുള്ള പുതപ്പ് എനിക്ക് തരാൻ കഴിയുമെന്ന് ചോദിച്ചു.
ആരാ ഹഫ്സ ബീവി? റസൂലുള്ളാഹിന്റെ ഭാര്യയായിരുന്നു. റസൂൽ വഫാത്തായി പോയി. വാപ്പാനോട് പറയണം, ഉമർ റളിയല്ലാഹുവിനോട് പറയണം. സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു ഹഫ്സ ബീവിന്റെ കയ്യിന് പിടിച്ചിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോട് തർക്കിച്ചിട്ട് ജയിക്കുന്ന. സഹോദരാ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിയോട് ചോദിച്ചു, മോളെ ഹഫ്സ, അള്ളാന്റെ തിരുദൂതരുടെ, നിന്റെ ഭർത്താവായിരുന്നല്ലോ അള്ളാന്റെ റസൂല്, ആ അള്ളാന്റെ റസൂലിന്റെ അവസ്ഥ ഞാൻ എനിക്ക് പറഞ്ഞു തരണം. എന്നിട്ട് പറഞ്ഞിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹഫ്സ ബീവിയോട്, ഞാൻ ഒരിക്കൽ അള്ളാന്റെ തിരുദൂതരുടെ അരികിലേക്ക് ചെല്ലുമ്പോ ഒരു കുപ്പായം പോലും ഇല്ലാതെ തിരുദൂതര് കിടക്കുന്നതാണ് കണ്ടത്. കുപ്പായല്ല. ഞാൻ ചെന്നപ്പോ അള്ളാന്റെ തിരുദൂതർ എഴുന്നേറ്റിരുന്നു. ആ സമയത്ത് റസൂലുള്ളാന്റെ ഭൂമേനിയിൽ നിന്ന് പതിഞ്ഞുപോയ കല്ലുകൾ, ചെറിയ ചരക്കല്ലുകൾ നിലത്തേക്ക് വീണു. റസൂലിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സഹോദര, ചൊറുചൊറുക്കുള്ള സൗന്ദര്യമുള്ള നിബിതങ്ങൾ, കുപ്പായിടാതെ നിബിതങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ള എഴുന്നേറ്റപ്പോ റസൂലുള്ളാന്റെ മേനിയിലൊക്കെ ഈ കല്ലുകൾ പതിഞ്ഞടയാളം. ഹഫ്സയെ ഞാൻ അന്ന് നബിയോട് ചോദിച്ചു, നബിയേ, കിസ്രയും കൈസറും അവർക്കൊക്കെ എന്തൊരു സൗകര്യമാണ്. റോമും അതുപോലെ പേർഷ്യയും ഭരിച്ച ഭരണാധികാരികൾ, അവർക്കെന്തൊരു ആഡംബര ജീവിത. അവരെക്കാൾ സ്ഥാനം അങ്ങേക്കാളും. ഒരു നല്ല കുപ്പായം ധരിച്ചൂടെ നബിയെ? ഒരു നല്ല വിരിപ്പ് സംഘടിപ്പിച്ചൂടെ? ആ സമയത്ത് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞ എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, കിസ്റക്കും കൈസറിനും ലഭിക്കാനുള്ളത് ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കും, നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കും. നമുക്ക് നാളെ പരലോകത്താണ്. അതുകൊണ്ട് ഇവിടെ ആഡംബരം ഇത്ര മതി. അന്ന് അള്ളാന്റെ തിരുദൂതർ ഹഫ്സ ഇത് എന്നോട് പറഞ്ഞതാണ്. ആ റസൂലിന്റെ ഭാര്യ ആയിരുന്നില്ല ഇനി? ഇതിന് ചോദിക്കലോട് കൂടെ ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് മിനുസമുള്ള പുതപ്പ് വേണ്ട, മിനുസമുള്ള വസ്ത്രം വേണ്ട, അത്ര മതി, ഈ സുഖം മതി എന്നാണ്. അപ്പൊ ഇതായിരുന്നു സഹോദര ആരുടെയൊക്കെ തഖ്വ. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ തഖ്വയുള്ള ആളുകൾ, അവർക്ക് സ്വർഗത്തോപ്പുകൾ അല്ലാഹു ഒരുക്കി വെച്ചു. ചരിത്രത്തിലുടനീളം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കാലത്തും അത്തരത്തിലുള്ള ആളുകൾ ആണും പെണ്ണും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നരകം പടച്ചത് റാബിയക്ക് വേണ്ടി മാത്രമാണോ എന്ന് തോന്നിപ്പോകും. അത്രമാത്രം തഖ്വയായിരുന്നു റാബിയ റളിയല്ലാഹു അൻഹക്ക്. ഒരു പെണ്ണാണത്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ നരകത്തെ പരാമർശിക്കുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ അബോധാവസ്ഥയിൽ വീടുമായിരുന്നത്. ബോധം കെട്ടുവീട്, അബോധാവസ്ഥയിൽ. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് വെള്ളത്തിന്റെ ചെറിയൊരു കുടി പ്രത്യക്ഷപ്പെടുമായിരുന്നു. കണ്ണീരിങ്ങനെ മുറിഞ്ഞു വീണിട്ട്, നോക്കൂ, കണ്ണുനീര് മുറിഞ്ഞു വീണ് ആ സ്ഥലത്ത് ഒരു ചെറിയ കുടി പ്രത്യക്ഷപ്പെട്ടിരുന്നു. സുജൂദിൽ അവർ കരഞ്ഞിട്ടാണ്. അവർക്ക് എവിടുന്ന ആ നിലപാട് കിട്ടിയത്? അല്ലാഹുവിന്റെ തിരുദൂതർ അങ്ങനെയായിരുന്നു. ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ റസൂൽ ചിലപ്പോൾ കരയുന്നത് കൊണ്ട് സ്വഹാബത്തും പൊട്ടിക്കരയുമായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആ തഖ്വ, ആ നിലപാടായിരുന്നു. ആദം നബി കരഞ്ഞിട്ട് കണ്ണുനീര് ഒഴുകിയിട്ട് തൊട്ടപ്പുറത്തുള്ള കുടിയിൽ കെട്ടി നിന്നിട്ട് അതിൽ വന്ന് പക്ഷികൾ കുടിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതിന് മാത്രം കണ്ണീര് പടച്ചവനെ പേടിച്ചിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ പേടിക്കുന്നൊരവസ്ഥ വേണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ഹറാമ് സംഭവിക്കുമോ എന്ന് പേടിച്ച് 70 നല്ല കാര്യങ്ങൾ തന്നെ ഉപേക്ഷിക്കുമായിരുന്നു. അനുവദനീയമായത് ഒരു ഹറാമ് സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് സാധ്യതയുള്ള 70 കാര്യങ്ങൾ ഒഴിവാക്കുമായിരുന്നു എന്നാണ്. ആ ഭാഗത്തേക്കേ പോവില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ ഇല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നുണ്ട് സഹോദര അതുപോലെ ശ്രദ്ധിക്കുന്നവർ നമുക്ക് എത്രയോ ആളുകളെ കാണാം. ഒരുപാട് വിവരമൊന്നുമില്ലെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കല്യാണത്തിലേക്ക്, ഒരു കല്യാണ വീട്ടിലേക്ക് തലേ ദിവസം രാത്രി ചെന്നപ്പോ ആ വീട്ടിലെ പിതാവിനെ അവിടെ കാണാനില്ല. മകനോട് ചോദിച്ചു, വാപ്പ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വാപ്പ കോഴിയെ അറുക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് പിറ്റേ ദിവസം ബിരിയാണി വെക്കാനുള്ള കോഴി, ആ കോഴിയെ അറുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചാൽ മതി. പക്ഷെ ഈ പിതാവ് പറഞ്ഞെന്താ, അതിപ്പോ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പോ അതിന്റെ നിബന്ധനകൾ, സുന്നത്തുകളൊക്കെ പൂർണ്ണമായിട്ട് എടുക്കാൻ ചിലപ്പോൾ ഓൽക്ക് പ്രയാസമാവും. ഒരു കോഴീനെ അറുത്തിട്ട് കത്തി കെടുകാതെ ആയിരിക്കും അടുത്ത കോഴീനെ അറുക്കൽ.
സുന്നത്തിനെതിരാവും. ബിസ്മി അല്ലാതെയായിരിക്കും ചിലപ്പോൾ അറിയുക. നമ്മൾ ഒരുപാട് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് നല്ല ഹലാലായ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധുവായ പിതാവ്, നോക്കൂ, തൊട്ടപ്പുറത്തെ നഗരത്തില്, ഇവരുടെ വീട്ടിന്റെ തൊട്ടടുത്ത നഗരത്തില് ഈ കോഴിയെ ഇവർക്ക് നൽകുന്ന ആ കേന്ദ്രത്തിലേക്ക് അയാൾ തന്നെ ഇറക്കാൻ പോയിരിക്കണം. ആ മനുഷ്യന്റെ തത്വമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിറ്റത്തെ ക്ലാസ്സിന് അവിടെ ചെന്നപ്പോ അവിടുത്തെ പള്ളിയിലെ ഉസ്താദിനോട് ഞാൻ ഈ സംഗതി പറഞ്ഞു. നല്ല നല്ല മനുഷ്യന്മാർ. അതിന് ഈ പാവപ്പെട്ട ആളെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ പള്ളിയിലെ ഉസ്താദ് പള്ളിയിലെ റൂമിൽ തിരിച്ച് സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാ നിങ്ങൾ പറഞ്ഞ ആള് ഈ കാണുന്ന പാടത്ത് പണിയെടുക്കുന്നുണ്ടാവും. പള്ളിന്റെ അടുത്ത് പാടുണ്ട്, എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും ഇവിടെ. ജമാഅത്ത് നിസ്കാരം ഞാൻ ബാങ്ക് കൊടുക്കുമ്പോ അയാളെ വലിയ പണിയിലായിരിക്കും. ഇവിടെ ജമാഅത്ത് തുടങ്ങുമ്പോഴേക്ക് അയാളോട് എത്തിയിട്ടുണ്ടാവും. നോക്കൂ, നിങ്ങൾ വലിയ വിവരമൊന്നുമില്ല, പക്ഷെ ഉള്ള വിവരത്തിനനുസരിച്ച് ആ നല്ല മനുഷ്യന്റെ ഇത് തൊട്ടടുത്ത പ്രദേശത്ത് നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ വളരെ തത്വയോടുകൂടെ ജീവിക്കുന്ന എത്രയോ ആളുകളെ സഹോദരൻ നമുക്ക് കാണാം. വിശുദ്ധി വേണമെന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു പറയുന്നത്. നോക്കൂ, ഈ ആയത്തിൽ പറയുന്നത്, ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. തീർച്ചയായിട്ടും തഖ്വയുള്ള ആളുകൾക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ, അങ്ങനെയുള്ള ആളുകൾക്ക് സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകളുണ്ട്. എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വർഗം. സ്വർഗത്തെ പറ്റിയൊക്കെ പറഞ്ഞാല് ഖുർആനിൽ എത്ര വചനങ്ങളിലാ അള്ളാഹു തആല പറയുന്നത്. ആ സന്തോഷം അറിയിക്കാനാണല്ലോ നബി അള്ളാഹു അയച്ചത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബിയെ അങ്ങയെ നാം നിയോഗിച്ചത് അങ്ങ് സാക്ഷിയാണ് ജനങ്ങൾക്ക്, അതോടുകൂടെ സുവിശേഷം അറിയിക്കുന്ന ആളും താക്കീതുകാരനുമാണ്. സ്വർഗത്തെ പറ്റി ഒരുപാട് സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. റഹ്മാൻ സൂറത്തിലൊക്കെ അള്ളാഹു പറയുന്നത്, ഇദാ വഖഅത്തി സൂറത്തിൽ അള്ളാഹു പറയുന്നത് സ്വർഗത്തിലെ സൗകര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ എത്തണം. കുത്തിയാൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. അള്ളാഹു ആ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാന്റെ തിരുദൂതർ ഈ കാര്യം പറഞ്ഞപ്പോ മക്കയിലെ വിവരമില്ലാത്ത ചില ആളുകൾ പറഞ്ഞെന്താ അറിയോ, ദുന്യാവിൽ ഞങ്ങൾക്കാണ് സൗകര്യം, വലിയ വീടുകൾ ഞങ്ങൾക്കാണ്, ഒരുപാട് ഒട്ടകങ്ങൾ ഞങ്ങൾക്കാണ്, ഒരുപാട് ഈന്തപ്പനത്തോട്ടങ്ങൾ ഞങ്ങൾക്കാണ്, അതുകൊണ്ട് ദുന്യാവില് ഞങ്ങൾക്കാണ് മുതല് സൗകര്യം, പരലോകം ഉണ്ടാവില്ല. അഥവാ പരലോകം ഉണ്ടായാൽ തന്നെ ആ പരലോകത്തും ഞങ്ങൾക്കായിരിക്കും, ആ പരലോകത്തും ഞങ്ങൾക്കായിരിക്കും സ്വർഗം. അവിശ്വാസികൾ പറയണം, റസൂലുള്ളാഹിനെ പരിഹസിക്കാം. അപ്പൊ അല്ലാഹു തആല ഉടനെ ആയത്തിറക്കി, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അള്ളാഹു പറയുന്നു, മുസ്ലിമീങ്ങളെ കുറ്റവാളികളെ പോലെ നാം ആക്കുകയോ? അതൊരിക്കലും ഉണ്ടാവില്ല. വലിയ കുറ്റവാളികളാണ് അവർ. ഈ വർത്തമാനം പറയുന്നവർ പരദൈവങ്ങളെ ആരാധിക്കുന്നവരാണവർ. അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാ. എന്നിട്ട് അവർ പറയാണ്, ഇവിടെ ഈ ഐഹിക ജീവിതത്തിൽ ഞങ്ങൾക്കാണ് സുഖം, പരലോകം ഉണ്ടെങ്കിൽ അവിടെയും സുഖം ഞങ്ങൾക്കാ. അപ്പൊ അതിന്റെ അർത്ഥം ഈ കുറ്റവാളികൾക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന പോലെ കിട്ടുന്നല്ലോ. അള്ളാഹു പറയുന്നത്, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. മുസ്ലിമീങ്ങളെ നമ്മൾ കുറ്റവാളികളെ പോലെ ആക്കുകയോ? ഒരിക്കലും അതില്ല. മാലക്കും കൈഫ തഹ്കുമൂൻ. എന്തു പറ്റി മനുഷ്യരെ നിങ്ങൾക്ക്? എങ്ങനെയാണ് നിങ്ങൾ വിധി പറയുന്നത്? ഓരാണ് തീരുമാനിക്കുക, ഞങ്ങളവിടെ വിജയിക്കുക. അംലക്കും കിതാബും ഫീഹി തദ്റുസൂൻ. നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ? ആ ഗ്രന്ഥം വായിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ആ രൂപത്തിൽ വല്ല ഗ്രന്ഥവും നിങ്ങൾക്കുണ്ടോ? അള്ളാഹു ചോദിക്കാം. ഇവർ ഈ ജാതി വർത്താനം പറയാൻ ഇവരുടെ കയ്യിൽ വല്ല ഗ്രന്ഥവുമുണ്ടോ? ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. എന്നിട്ട് ആ ഗ്രന്ഥത്തിലുണ്ട് എന്ത്? നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അങ്ങനെ വല്ല തെളിവുണ്ടടാ നിങ്ങൾക്കിത് പറയാനും? അംലക്കും അയ്മാനുൻ അലൈനാ ബാരിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമ. അതല്ല, ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന വല്ല പ്രതിജ്ഞയും വല്ല കരാറും നമ്മൾ തമ്മിലുണ്ടോ നിങ്ങൾക്ക്? എന്ത്? ഇന്നലക്കും ലമാ തഹ്കുമൂൻ. തീർച്ചയായിട്ടും നിങ്ങൾ വിധിക്കുന്നത് നിങ്ങൾക്കുണ്ട്. ഇവരെന്താ പറയുന്നത്? പരലോകം ഉണ്ടെങ്കിൽ അവിടെ സുഖം ഞങ്ങൾക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ വലിയ കരാറുണ്ട്.
നിങ്ങൾ എന്ത് തമ്മാടിത്തരയിലൂടെ കാണിച്ചാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം തരുന്ന വലിയ കരാറും നമ്മൾ തമ്മിലുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു തആല പറയാണ്, സൽഹും അയ്യുഹും ബിദാലിക സഈം. നബിയെ, താങ്കൾ അവരോട് ചോദിക്കുക, ആരാണിത് ഏൽക്കാൻ അവർക്കുള്ളത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴല്ലോ, ശരി ഞാൻ പറഞ്ഞത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഏറ്റു പറയാൻ ഒരു ജാമ്യം നിൽക്കാൻ ആരാ വേറുള്ളത്? ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് ചോദിക്കാറുണ്ട്. എന്നതുപോലെ നബിയോട് പറയാണ്, നബിയെ, ഇത്തരത്തിലുള്ള ബഡായി പറയുന്നവരോട് അങ്ങൊന്ന് ചോദിച്ചു നോക്കൂ, എന്ത് ആരാണിത് ഏറ്റു പറയാനുള്ളത്? അതല്ല അംലഹും ശുറകാ, അതല്ല അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? ഇതൊക്കെ ഏറ്റു പറയാൻ അവർക്ക് വല്ല, ഇവിടെ ഒരു ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടല്ലോ, വിഗ്രഹങ്ങളെ. അള്ളാഹു പറയുന്നത് ഫൽയഹ്തു ബിശുറകാഇഹിം ഇൻ കാനൂ സ്വാദിഖീൻ. അവർ പറയുന്ന അവരുടെ വാദത്തിൽ അവർ സത്യസന്ധരാണെങ്കിൽ അവർ കൊണ്ടുവരട്ടെ, അവരുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, ഒന്ന് തെളിയിക്കട്ടെ. ഇത് അള്ളാഹു തആല വെല്ലുവിളിക്കാൻ എവിടെ കഴിയുന്നു? ഈ കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷം ഇനി അതീവ ശ്രദ്ധ വരേണ്ട മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു കടക്കാം. ഇനിയുള്ള 2 ആയത്തുകളൊന്ന് ശ്രദ്ധിക്കും, അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യൗമ യുക്ശഫു അൻ സാഖ് ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. ഈ കാലഘട്ടത്തിൽ അതീവ ശ്രദ്ധ വേണ്ട മറ്റൊരു വിഷയത്തിലേക്ക് അല്ലാഹു തആല വിരൽ ചൂണ്ടാണ്. നേരെ അർത്ഥം എന്താ? യൗമ യുക്ശഫു അൻ സാഖ്, കണങ്കാല് വെളിവാക്കപ്പെടുന്ന ദിവസം. വയുദഊന ഇലസ്സുജൂദി ഫലാ യസ്തതിഊൻ, മനുഷ്യർ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി അവർ വിളിക്കപ്പെടും, പക്ഷേ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നതല്ല. ഖാശിയതൻ അബ്സ്വാറുഹും, അവരെ കണ്ണുകളാകെ പേടിച്ച് വിനയം കാണിക്കും. തർഹഖുഹും ദില്ല, അപമാനം വഷളത്തരം അവരെ ആകെ വലയം ചെയ്യുന്നതാണ്, പൊതിയുന്നതാണ്. വഖദ് കാനൂ യുദഊന ഇലസ്സുജൂദി ഫലാ വഹും സാലിമൂൻ, ദുനിയാവിൽ വെച്ച് നിസ്കാരത്തിലേക്ക് അവർ വിളിക്കപ്പെട്ടിരുന്നു, സുജൂദിലേക്ക് അവർ വിളിക്കപ്പെട്ടിരുന്നു. അന്ന് അവർ സുരക്ഷിതത്വമുള്ളവരായിരുന്നു, നിസ്കരിക്കാനും കഴിയുന്നവരായിരുന്നു. പക്ഷേ അന്ന് അവർ വന്നില്ല. ഈ പറഞ്ഞ എന്താ? ആദ്യം അല്ലാഹു പറയുന്നത് യൗമ യുക്ശഫു അൻ സാഖ്. ആയത്തിന്റെ നേരത്തെ എന്താ? കണങ്കാല് ഒളിവാക്കപ്പെടുന്ന ദിവസം. ഉദ്ദേശം കാര്യം അതീവ ഗൗരവത്തിലെത്തുന്ന ദിവസം, ഒരു മഹാദുരന്ത ദിവസം എന്നാണ് സഹോദര അതിന്റെ അർത്ഥം. യൗമ യുക്ശഫു അൻ സാഖ്. എന്താ യോജിപ്പ്? എന്താ ബന്ധം? ഇപ്പൊ സത്യനിഷേധികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനില് കൃഷിക്കാർ എന്ന് അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ ബന്ധം? എന്താ? കൃഷിക്കാരുടെ സ്വഭാവം എന്താ? ഓല് വിത്ത് പാകും, അതായത് മണ്ണിന്റെ അടിയിൽ ഒളിപ്പിച്ചോളും. പാത്തുവെക്കല്ല, കുഴിച്ചിടല്ല, അങ്ങനെ അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. സത്യനിഷേധികളുടെ സ്വഭാവം എന്താ? ഓല് സത്യം മൂടിയൊക്കെ. വിത്ത് നമ്മളൊരു കയറ്റിന്റെ മണി കുഴിച്ചിട്ടാണെങ്കിൽ വളരെ ലോലമായ അതിന്റെ സൂചിമള, അതിന്റെ കൂമ്പ് പുറത്തേക്ക് വരാൻ മണ്ണിനെ മാറ്റിയിട്ട് എന്ന് കരുതി വാച്ചിന്റെ ഗ്ലാസ്സിൽ വര വീഴുന്നത് പോലെ വര വീഴുന്നൊരു പ്രശ്നമില്ല. പഠിച്ചോന്റെ ഒരു കുതിരത്താണ്. സത്യം എത്ര മൂടി വച്ചാലും അതൊരിക്കൽ മുളച്ചു വരും. അല്ലാഹു തആല പ്രയോഗിക്കുന്ന ഓരോ വാക്കുകൾ തമ്മിലുള്ള യോജിപ്പുകളാണ്. അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ. ഇവിടെ അല്ലാഹു തആല വളരെ ഗുരുതരമായ ബീഭത്സമായ ഒരു രംഗത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ് കണങ്കാല് ഒളിവാക്കപ്പെടുന്ന ദിവസം. അതിനർത്ഥം കണങ്കാല് ഒളിവാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഒന്നും വേണ്ട, നമ്മളെല്ലാരും കൂടി ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കൂട്ടിലങ്ങാടിയിൽ നിൽക്കുക. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് ഒരു 10-15 നായകൾ പേളകിയിട്ട് അവിടെ നിന്ന് ഓടി വരിക. അതിന് മുമ്പ് ചെറിയൊരു അനൗൺസ്മെന്റ് കേട്ടു, ഇങ്ങനെ 10-15 നായകൾ പേളകിയത് വരുന്നുണ്ട് പെരിന്തൽമണ്ണെന്ന്. ഒരു നേരെ കോഴിക്കോട്ടൊക്കെ പോകുന്നത് തോന്നുന്നുണ്ട്. നേരെ വരികയാണ്. അതുകൊണ്ട് ആരും റോഡിൽ നിൽക്കരുത് എന്നാണ് കൂട്ടിക്കോളി. ഇന്നെന്തായിരിക്കും അവസ്ഥ? നമ്മൾ നേരെ മുന്നിൽ ഈ നായ്ക്കളൊക്കെ കൂടി കാണാണ്. അത് കടിക്കണമെന്നില്ല എന്ന് തോണ്ടിയാലും മതി, നമുക്ക് പണിയാവും. ഇളകി കഴിഞ്ഞാലുള്ള അവസ്ഥ ആളെ വേഗം കൊല്ലേണ്ടി വരും, ദയാവധത്തിന് വിട്ടുകൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ പിന്നെ ഒരാളെ മാന്തിയാൽ ഓനം പണിയാവും. അങ്ങനെ ഒരു 10-15 നായകൾ വരുന്നു എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടൂല, എല്ലാവരും ഓടൂല, ഓടും. അപ്പൊ എങ്ങനെ ഓടുക?
തുണി എടുത്ത ഒരാളാണെങ്കിൽ തുണി ഒന്ന് പോക്കി പിടിച്ചോടും. ഞാനും ഓടും. എനിക്ക് ഓടാൻ മടിയാണെന്ന് പറഞ്ഞാൽ ഈ നായ്ക്കൊക്കെ അറിയില്ലത് കൂടാൻ ക്ലാസ് എടുക്കാൻ വരുന്ന ആളാണ്. കടിക്കൂല, ഞാനും ഓടും. അതായത് ഒരു ദുരന്ത മുഖത്ത് എത്തിപ്പെട്ടാല് നമ്മളൊരു ഓടേണ്ട അവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും വസ്ത്രം ഒന്ന് പൊക്കിയിട്ടാണ് ഓടുക. അതിപ്പോ പെണ്ണുങ്ങൾ ഭയങ്കര ലജ്ജുള്ള പെണ്ണുങ്ങളാണെങ്കിലും പർദ്ദ പൊക്കി പിടിച്ചോടും. മകന് തൊട്ടപ്പുറത്തെ കടന്റെ മുകളിൽ നിന്ന് ഉമ്മ ഓടുന്നത് മൊബൈലിൽ പകർത്തി. ഉമ്മയാണെങ്കിലും അതൊരു രംഗമുള്ളോ. പിന്നെ ഉമ്മനോട് ചോദിക്കണം വീട്ടിൽ ചെന്നിട്ട്, ഉമ്മ എമ്മാതിരി ഓട്ടങ്ങളൊക്കെ ഓടിയിട്ട് സമ്മതിക്കണങ്ങളെ. അപ്പൊ അമ്മ പറയും, ഞാൻ പറയും പോലുള്ള ഓട്ടം ഞാൻ ഓടിയില്ല. അപ്പൊ മകൻ പറയാണ്, നിങ്ങൾ ഓടിയത് ഞാൻ ശരിക്കും കണ്ടതമ്മ, നിങ്ങൾ പർദ്ദന പൊക്കിയിട്ട് മുട്ടിന്റെ മുകൾക്ക് വന്നേന്. അത് വെറുതെ പറയാം, അങ്ങനെ ഒരിക്കലും ഓടിയിട്ടുണ്ടാവില്ല. അപ്പൊ മൊബൈൽ എടുത്തിട്ട് ഇത് പിന്നെ ഏത് തള്ളയമ്മ ഒന്ന് നോക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇത് നേരെ കാണിച്ചു കൊടുക്കുമ്പോ പറയും. അപ്പൊ ഉമ്മ എന്താ പറയാ, പിന്നെ പട്ടി പിന്നാലെ കൂടിയാ പിന്നെ അവിടെ അങ്ങനെ നോക്കിക്കല. സഹോദര, ഇത് അല്ലാഹു തആല ഇങ്ങനെ പറയാനുള്ള പ്രയോഗിക്കാനുള്ള കാരണം ഇതാണ്. ഒരു ദുരന്ത മുഖത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ അതൊന്നും നോക്കൂല, ഒന്നും വേണ്ട. ഇപ്പോ ദുബായിൽ ഒരു വിമാനം അല്ലെ ലാൻഡ് ചെയ്തതിന്റെ ശേഷം അതാ ഒന്നായിട്ട് ഇടിച്ചിറങ്ങിക്കുക. അത് കത്താൻ തുടങ്ങിയ ആ സാഹചര്യത്തിൽ അവിടെ ഓടിക്കൂടിയ ആളുകളുടെ അവസ്ഥ എന്താ? അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വ്യഗ്രത കാണിക്കുന്ന ആളുകൾ, എമർജൻസി വാതിലിലൂടെ പെട്ടെന്ന് അവർ പുറത്തേക്ക് ചാടുന്നവർ. എന്നാൽ ഇതിന്റെ മുഴുവനും സത്യാവസ്ഥ അറിയാത്തവരാണല്ലോ. പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശരിക്കറിയാലോ. എല്ലാ ആളുകളും ഇറങ്ങിയതിന്റെ ശേഷമാണ് പൈലറ്റ് ഇറങ്ങിയത്. പക്ഷെ എത്രമാത്രം വ്യഗ്രത ഉണ്ട് ആണ് പുറത്ത് ചാടാൻ. ഒരു ദുരന്തമുഖത്ത് എത്തിപ്പെട്ടാൽ എങ്ങനെയാണ്? എന്നാൽ ഏറ്റവും വലിയ ദുരന്തേതാ? ഇവിടെ പണം കത്തിയാണ് തീർന്നാല് അത് എത്ര ദാരുണമാണെങ്കിലും ഒരു ടൈമുണ്ട്. എന്നാൽ ഒരിക്കലും മരിക്കാത്തൊരു രംഗം ആലോചിച്ചു. പൂക്കിപ്പറമ്പ് ബസ് ദുരന്തത്തിൽ 44 ആളുകൾ കത്തി. ഏതാനും സമയങ്ങൾ തലയോട്ടി പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് വരെ ഓടിക്കൂടിയ ആളുകൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ തൊലി, പുതിയ മാംസം, പുതിയ മജ്ജ, പുതിയ എല്ല്, ഇത് നിരന്തരം ഒരു തവണല്ല, 10 അല്ല, 10,000 അല്ല, 10,000 കോടിയല്ല സഹോദര, കാലാകാലം ആ രംഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ അതല്ലേ നമ്മൾ പേടിക്കേണ്ടത്? അപ്പൊ നാളെ മഹ്ശറയിൽ ആകെ ഭയവിഹ്വലരായി നെട്ടോട്ടം ഓടുന്നൊരു സമയമുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് കണങ്കാല് വെളിവാക്കപ്പെടുന്ന ദിവസം അള്ളാഹു പ്രയോഗിച്ചത്. ആരെ പറ്റിയാ പറയുന്നത്? അള്ളാഹു പറയുന്നു, സുജൂദിലേക്ക് വിളിക്കപ്പെടും അവർ, പക്ഷേ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അതായത് നാളെ മഹ്ശറയിൽ നിസ്കരിക്കാത്ത ആളുകളെ വിളിക്കും അത്രേ. നിസ്കരിക്കാത്ത ദുനിയാവിൽ നിന്ന് നിസ്കരിക്കാത്ത ആളുകളെ വിളിക്കും. എന്നിട്ട് അവരോട് പറയും, ചെയ്യണ സുജൂദ് എന്ന് പറയും. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇരിക്കണ ബെഞ്ചുമൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. ഒരൊറ്റ അടി കൊടുത്തിട്ടായിരിക്കും പറയും, വേഗം അവിടെ ഇരിക്കും. അപ്പൊ പുറത്ത് ആള് വലിയ ജഗ പുകയേക്കാറും. എന്നാ പോലീസിനോട് ചോദിക്കോ, എന്താ സാറേ പറഞ്ഞാ പോരാ, ഞാനോട് ഇരിക്കൂല, തല്ലല എന്ന് ചോദിക്കൂല. പിന്നെ ഓന്റെ അടുത്ത് അതിന് മാത്രം പൈസ വേണം, പേരും കള്ളനാണ്, എന്നാ ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. സാധാരണ ഈ ലൊക്കട കള്ളന്മാർക്കൊന്നും അത് കിട്ടൂല. വലിയ വലിയ ആളുകളാണ്, എന്നാ പിന്നെ ഏതറ്റം വരെ പോകാൻ തയ്യാറാവും. അല്ല, ഓനോട് അങ്ങനെ പറയില്ല. എന്താ കാരണം? ഓനെ നല്ല VIP ഷെയറിൽ കൊണ്ടുപോയി ഇരുത്തൂലേ. ഇപ്പൊ ചില ജയിലുകളിലൊക്കെ സുഗന്ധ, എന്താ ജയിലുള്ള സുഖം? ആഡംബര റൂമുകളൊക്കെ ഉള്ള ജയിലുകളുള്ളത് പുറത്തു വരുന്നില്ല ലോകത്തിന്റെ പല ഭാഗത്ത്. എന്നാലും നോക്കൂ നിങ്ങൾ, പോലീസ് സ്റ്റേഷനിലാണ് അങ്ങനെ ഒരാൾ ഇരുന്നു, വേറെ പോലീസർ വന്നൊരു ഒറ്റടി എടുത്തിട്ട് പറയും, എഴുന്നേറ്റ് കിട, ഇത് അനക്കിരിക്കാനുള്ളതല്ല. മറ്റേ പോലീസുകാരെ അടിച്ചിരുത്തിയതാണ്, അടിച്ചെഴുന്നേൽപ്പിക്കാൻ. തീർന്നില്ല, ചെറിയൊരു ശിക്ഷ തന്നെയാണ്. ഈ കോടതിയിൽ അവൻ രക്ഷപ്പെട്ടാലും ചെറിയൊരു പേടി വരാനാണ്. അതുള്ള പോലീസ് സ്റ്റേഷൻ. പരലോകത്ത് അല്ലാഹു തആല ഇവനെ വിളിച്ചിട്ട് പറയാണ്, നിസ്കരിക്കണം, സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യണമെങ്കിൽ നെറ്റി കൊണ്ടുപോയിട്ട് നിലത്തണ വെക്കണമല്ലോ. മഹ്ശറയിൽ ഇവിടെ തന്നെ കൂട്ടിലങ്ങാടി അടക്കം ഇതൊക്കെ ഇടിച്ച് നിരത്തൂല ഒക്കെ പോവും. ചിന്തിച്ചോളൂ സഹോദര. അപ്പൊ ഇവനങ്ങോട്ടൊന്ന് കുനിയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കഴിയൂല. അപ്പോഴൊരു വഷളത്തരം, അതിന്റെ പുറമെ പേടി എത്രയാണ്. അള്ളാന്റെ ശിക്ഷ വരാൻ പോവാണ്. അള്ളാഹ് പറയാണ്, സുജൂദിലേക്ക് അവർ വിളിക്കപ്പെടും, പക്ഷെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അതോടുകൂടെ ഖാശിയത്തൻ അബ്സാറുഹും, അവരെ കണ്ണുകൾ പേടിച്ച് വിനയം കാണിക്കും. പേടിച്ചാലുണ്ട് നമ്മളൊരു വിനയം കാണിക്കണം. വല്ലാതെ പേടിച്ചാൽ, ഓവറായിട്ട് പേടിച്ചാൽ.
അപ്പൊ വിനയം കാണിക്കും. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും എത്ര അഭ്യാസം പഠിച്ച ആളാണെങ്കിലും പരമാവധി വിനയം കാണിക്കും, ആരാണെങ്കിലും. എന്നാൽ നോക്കൂ, അള്ളാഹുവിന്റെ മുന്നിൽ അവന് വിനയം കാണിക്കുന്നു. മാത്രമല്ല കണ്ണുകളിൽ അത് കാണാൻ കഴിയും, ആ ഭയം. തർഹഖുഹും ദില്ല, അപമാനം അവരെ ആകെ വലയം ചെയ്യുന്നതാണ്. എന്നിട്ടല്ല പറയുന്നത്, ഇപ്പോ ഇങ്ങനെ ആകെ പേടിച്ച് ബേജാറായി നിൽക്കുകയാണ്. അള്ളാഹു പറയുന്നത് വഖദ് കാനൂ യദ്ഊന ഇലസ്സുജൂദി വഹും സാലിമൂൻ. ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയല്ലോ. സുരക്ഷിതമായ ഒരു സമയം. അന്ന് സുജൂദിലേക്ക് അവൻ വിളിക്കപ്പെട്ടതാ. അന്ന് സുജൂദ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അന്ന് അവൻ സുജൂദ് ചെയ്തില്ല. അതുകൊണ്ട് അനുഭവിക്കട്ടെ എന്നാ. തീർന്നില്ലല്ലോ. മഹ്ശറയിൽ ചില പ്രയാസങ്ങൾ കൊടുത്താൽ നിസ്കരിക്കാത്തവരുടെ വരവ് തന്നെ ഭീകരമായിരിക്കുന്ന ഒരാ വരവ് തന്നെ. നിസ്കരിക്കാത്ത ടീം ഒരു മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് ആ പേരും വെച്ച് ഇവിടെ നിസ്കരിക്കാതെ നടന്നാൽ നാളെ പരലോകത്ത് ഒരു വിവരം അറിയും. ഇനി മാത്രമല്ല, ഓലെ നരകത്തിലിട്ടാല് ഒരു സ്വർഗാവകാശിയോട് എന്താ പറയാ? ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ ദുനിയാവിൽ നിന്ന് നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. അപ്പൊ ഒന്നാമത് അള്ളാനായിട്ടുള്ള ബാധ്യതയാണ് ഇത് നിസ്കാരം എന്നുള്ളത്. അള്ളാനായിട്ടും ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് മുത്തഖീങ്ങളുടെ അടയാളം അല്ലാഹു തആല പറഞ്ഞല്ലോ. മുത്തഖീങ്ങളുടെ അടയാളം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആദ്യത്തിൽ തന്നെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ഏതാണ് നോക്കൂ. അള്ളാഹു ഇങ്ങനെ പറഞ്ഞ ആരാ മുത്തഖീങ്ങൾ. അപ്പൊ നമ്മൾ മുത്തഖീങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു പറയുന്നത് എന്താ? ഹുദല്ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആൻ അത് മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കും. അപ്പൊ നമ്മളൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കും. കാരണം നമ്മൾ ഖുർആന്റെ സദസ്സിലേക്ക് വന്നവരാണ്. ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ, ഖുർആൻ ക്ലാസ് കൊണ്ട് കാര്യമുള്ളൂ. പക്ഷെ ആരാ മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ അദൃശ്യമായ രൂപത്തിൽ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. വയുഖീമൂന സ്വലാഹ്. അവർ നിസ്കാരം അവർ നിർവഹിക്കുന്നവരുമായിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരായിരിക്കും. അപ്പൊ എന്തായി? മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ട് ഈ മൂന്ന് കാര്യം ഉണ്ടായി. അദൃശ്യമായ രൂപത്തിൽ അള്ളാഹിനെ പേടിക്കാൽ വിശ്വാസമാണ്. അത് ആന്തരികമായ ഒരു കാര്യമാണ്. ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അളവ്, അതിന്റെ തീവ്രത അവരുടെ മനസ്സിലാക്കി കിടക്കുന്നത്. അപ്പൊ മാനസികമായിട്ട് അള്ളാഹുവിലേക്ക് കിടക്കണം. നിസ്കാരം നോക്കൂ നിങ്ങൾ, ശരീരം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. റുക്കൂഉം സുജൂദും എഴുത്തിദാലും അടക്കം. അപ്പൊ ശാരീരികമായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് എടുക്കണം. അതിലും മാനസികമായിട്ടുണ്ട്. അതിൽ ചൊല്ലുന്നതും കാര്യങ്ങളും നിയ്യത്തടക്കം. അതോടുകൂടെ പിന്നെ പറയുന്നതോ സക്കാത്തിനെ പറ്റിയാണ്. സുന്നത്തായ സദഖ, നമ്മുടെ സമ്പത്തിന് ചെലവഴിക്കൽ, അത് സാമ്പത്തികമാണ് സാമൂഹികമാണ്. നമ്മളിപ്പോ നിസ്കരിച്ചാൽ, ഞാൻ ഇപ്പൊ നല്ലോണം നിസ്കരിച്ച എന്റെ അയലോക്കക്കാരൻ എന്താ കാര്യം? ഞാൻ സദഖ ചെയ്ത എന്റെ അയലോക്കക്കാരന്റെ കാര്യമുണ്ട്. അവന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്, സമ്പത്ത് ചെലവഴിക്കുന്നത് മറ്റുള്ളവർക്കാണെങ്കിലും കൂലി കൊടുക്കുന്ന അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സാമ്പത്തികമായും സാമൂഹികമായി ബന്ധം ദൃഢമാകുന്നതാണ്. ഇതിൽ രണ്ടാമത് അള്ളാഹു പറഞ്ഞത് നിസ്കാരത്തെ പറ്റിയാണ്. 5 നേരത്തെ നിസ്കാരം അള്ളാഹു താല നമ്മുടെ മേലിൽ നിർബന്ധമാക്കിയെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കാൻ പറഞ്ഞു. അത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. അള്ളാഹിന്റെ തിരുദൂതർക്ക് മാനസികമായിട്ട് വലിയ പ്രയാസം ഉണ്ടായപ്പോൾ നബിയോട് അള്ളാഹു എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തുതി മിൻഹും ആതിമൻ ഔ കഫൂറാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നോക്കൂ നബിയെ, റബ്ബിന്റെ തീരുമാനം വരുന്നത് വരെ അങ്ങ് ക്ഷമിക്കണം. ബദറിൽ അല്ലാഹു ശത്രുക്കളെ പാഠം പഠിപ്പിച്ചു. അതിന്റെ മുമ്പ് ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു, റസൂലൊക്കെ ക്ഷമിച്ചു. അതിന്റെ ശേഷവും സഹോദര റസൂലിന് ഒരുപാട് പ്രയാസങ്ങൾ വന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞു ക്ഷമിക്കണേ. വലാ തുതി മിൻഹും ആതിമൻ ഔ കഫൂറാ. സത്യനിഷേധികൾക്ക്, മഹാപാപികൾക്ക് താങ്കൾ ഒരിക്കലും വഴിപ്പെടാൻ പാടില്ല. പിന്നെ മനസ്സിന് സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം? വദ്കുരിസ്മ റബ്ബിക. അല്ലാഹു ഖുർആനിലൂടെ പറയാണ്, വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല വമിനൽ ലൈലി ഫസ്ജദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല. ഈ കാര്യം നമുക്കുണ്ടായാൽ നമുക്കും ജീവിതത്തിൽ വലിയ സമാധാനമായിരിക്കും. സഹോദര, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ കുടുംബപരമായിട്ടോ എന്ത് വിഷയങ്ങൾ വന്നാലും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നിപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തെവിടെയും സമാധാനമില്ല. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദര, മക്കയിലും മദീനയിൽ പോലും സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ.
സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിയമങ്ങൾ കർശനമാക്കിയിരിക്കണം. എന്താ കാരണം? മസ്ജിദ് നബവിയുടെ ചാരത്ത് പോലും ചെറുതാണെങ്കിലും ഒരു ചാവേറാക്രമണം നടന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് വന്ന ഒരാളാണെങ്കിലും ഒരാൾക്കും അവിടെ വരുമ്പോൾ ഒരു പ്രയാസം വരാൻ പാടില്ല. ആ ഭരണകൂടം അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. എങ്ങനെ ചിന്തിച്ചാലും ഒരു സമാധാനമില്ല. അള്ളാഹു പറയുന്നത് സമാധാനം വരുത്താനുള്ള വഴി പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ സ്മരിക്കണം. അതുകൊണ്ടുള്ള ഉദ്ദേശം സഹോദര, പ്രഭാതത്തിൽ റബ്ബിനെ സ്മരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിർവഹിച്ച സുബഹി നിസ്കാരമാണ്. പ്രദോഷത്തിൽ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 2 നിസ്കാരമാണ്. അതായത് ളുഹറും അസ്റുമാണ് ഉദ്ദേശം. അവ സുബഹിയും പെട്ടു, ളുഹറും പെട്ടു, അസ്റും പെട്ടു. പിന്നെ പറയുന്നതോ വമിനല്ലൈലി ഫസ്ജുദ് ലഹു, രാത്രിയിൽ നീ അല്ലാഹുക്ക് സുജൂദ് ചെയ്യണം. ആ സുജൂദ് കൊണ്ടുള്ള ഉദ്ദേശം ഏതാ? മഗ്രിബും ഇശാവുമാണ്. 5 നേരത്തെ നിസ്കാരമായി. ഇവിടെ ശേഖരൂരിന് പൈസത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിസ്കാരം 3 വക്താക്കി ചുരുക്കത്തെ. സഹോദര, ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ അല്ലാഹു തആല 5 നേരത്തെ നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വസബ്ബിഹു ലൈലൻ തവീലാ, രാത്രിയുടെ നീണ്ട സമയം നീ അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യണം. അത് തഹജ്ജുദ് നിസ്കാരമാണ്. അപ്പൊ 5 നേരത്തെ നിസ്കാരം ചുരുങ്ങിയതിൽ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നല്ല റാഹത്തെ. 5 നേരം നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. അതോടുകൂടെ തന്നെ അത് നിർവഹിച്ചിട്ടില്ലെങ്കിലാണ് നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്നത്. അതോടുകൂടെ രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് സുബഹിന്റെ മുമ്പ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. 2 റക്അത്ത് നമ്മൾ വിചാരിച്ചാൽ വളരെ എളുപ്പം, വളരെ സിമ്പിൾ കാര്യമാണ്. പക്ഷെ നല്ല ഈമാനുള്ളവർക്ക് സാധിക്കുള്ളൂ. സുബഹിന്റെ ആ സമയത്ത് ഉറങ്ങാൻ നല്ല സുഖമാവും. പിന്നെ സുബഹി ഇല്ലാത്തവരോട് പിന്നെ സുബഹിന്റെ മുമ്പിൽ 2 റക്അത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണിയുണ്ടായിട്ടാണല്ലോ പിറന്നാൾ. അത് സുബഹിയൊക്കെ ഉള്ളവനോട് പറഞ്ഞിട്ടേ കാര്യമില്ല. സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ സഹോദര, സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര കുറഞ്ഞ ടൈം മതി? ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞൊരു ഉസ്താദാണ്. അപ്പൊ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ. അപ്പൊ അവൻ പറഞ്ഞു അത് കഴിയും തോന്നണില്ല, നിന്റെ അടുത്ത് കയറിയില്ല. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു മോനെ അത് കഴിയും. ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും. ജോലിയുടെ ഒരു ഭാഗമാണ് ഈ ചെയ്യൂല അല്ലേ? ഒരു ഓഫീസിലാണ് ജോലി, പക്ഷെ 4 മണിക്ക് കൃത്യമായിട്ട് അവിടെ എത്തണം. അതിനനുസരിച്ച് നേരത്തെ പോകുകയും ചെയ്യാം. എന്താ ഇന്നലെ അവിടെ എത്തും? അത് നമുക്ക് പറ്റില്ല എന്ന് പറയില്ല. ആ ജോലിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഡോക്ടർ പറയണം 4 മണിക്ക് എഴുന്നേറ്റിട്ട് 3 കിലോമീറ്റർ നടന്നിട്ടില്ലെങ്കിൽ 2ാമത്തെ അറ്റാക്ക് ഇപ്പം അടുത്ത് വരും എന്ന് പറഞ്ഞാൽ നടത്തായിരിക്കും. അത് പറ്റില്ല ഡോക്ടറെ, അത് പറയരുതെന്ന് പറയില്ല. 3 കിലോമീറ്റർ ലോൺ 4 കിലോമീറ്ററിന് നടക്കും, കമ്മിയാണ്ടാന്ന് വരുന്നത്. എല്ലാവർക്കും അറിയാം അതിനെ പറ്റി. സഹോദര ശ്രദ്ധിക്കണം. അല്ലാഹു തആല മറ്റൊരായത്തിൽ പറയുന്നത് പകലിന്റെ 2 അറ്റങ്ങളിലും രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങളിലും നിങ്ങൾ നിസ്കരിക്കണേ. അതാണ് ചേകനൂർ മൗലവി വളച്ചൊടിച്ചത്. പകലിന്റെ 2 അറ്റം എന്ന് പറഞ്ഞപ്പോ അയാള് നടുവത്തെ ഒഴിവാക്കി. രാത്രിയിൽ നിന്ന് 1 എന്ന് പറയേണ്ടത് അയാള് സുലഫ് എന്നുള്ളത് ഏതാ വാക്ക് എന്ന് പോലും അയാൾ മനസ്സിലാക്കിയില്ല. ബഹുവചനാണ്. ബഹുവചനാവുമ്പോ ചുരുങ്ങിയത് 2 വക്തമാണ്. 2 വക്ത് എന്നല്ല, ബഹുവചനത്തിൽ ചുരുങ്ങിയത് 2 എണ്ണമാണല്ലോ. സുലഫം മിനൽ ലൈൽ എന്നാണ്. രാത്രിയിൽ നിന്ന് 2 എണ്ണം. ഒരു ഭാഗമല്ല, 2 എണ്ണം. മഗ്രിബും ഇശാവുമാണ്. പകലിന്റെ 2 അറ്റം എന്ന് പറഞ്ഞാൽ ഉച്ചക്കും മുമ്പാണ്, ശേഷമാണ് ഉദ്ദേശം. അതായത് സുബഹി, ളുഹർ, അസ്ർ 3 വക്താണ്. രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങളിൽ നിന്നാണ് മഗ്രിബും ഇശാവുമാണ്. അത് അർത്ഥം വെച്ച് വായിച്ചു. അള്ളാഹ് ഹിദായത്ത് പിൻവലിച്ച അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതുപോലും വലിയ വിവരമുണ്ട് എന്ന് അവകാശപ്പെട്ടാലും ചിലപ്പോൾ എന്ത് ചെയ്യും? മറന്നുപോകും ചില കാര്യങ്ങൾ. അങ്ങനെ 70 കൊല്ലത്തെ 60 കൊല്ലത്തെ മിനിറ്റ്സ് എഴുതി ഉണ്ടാക്കി എന്നൊരു കൂട്ടർ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ട് പല രൂപത്തിൽ എഴുതി. പക്ഷെ പേന ഒന്നായി, വലിയൊരു പൊട്ടത്തരായില്ല. 70 കൊല്ലം യോഗം ചേർന്നതൊക്കെ ഒരൊറ്റ പെണ്ണോണ്ട് ഒപ്പിട്ടു എന്ന് പറഞ്ഞാല് ഏത് പൊട്ടനും അറിയും അത് കൃത്രിമാണെന്ന്. അതാണ് അമിത ബുദ്ധി ഉണ്ടായത്. അത് ഗുരുതകട എന്നതുപോലെയാണ് സഹോദരായത്. എന്തായിരുന്നാലും അല്ലാഹു പറയുന്നത് നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണം. ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്,
തീർച്ചയായിട്ടും നന്മകള് തിന്മകളെ ഇല്ലാതെയാക്കും. പനിച്ചാല് പനി കാരണം ദോഷം പൊറുക്കപ്പെടുന്നത് പോലെ നിസ്കാരം എന്നുള്ള നന്മ കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മുമ്പ് ഈത്തപ്പഴ കച്ചവടം നടത്തുന്ന ഒരു ആള് അദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്നൊരു പെണ്ണിനെ അദ്ദേഹം ചുംബിച്ച ഒരു പ്രശ്നം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം നബിയുടെ അരികെ വന്നു. ആ സമയത്താണ് ഈ ആയത്തിറങ്ങിയത്. وَأَقِمِ الصَّلَاةَ طَرَفَيِ النَّهَارِ وَزُلَفًا مِنَ اللَّيْلِ إِنَّ الْحَسَنَاتِ يُذْهِبْنَ السَّيِّئَاتِ. തെറ്റുകളെ നന്മ ഇല്ലാതെയാക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണല്ലോ, അത് നിസ്കാരം എന്ന നന്മ കൊണ്ടെന്ത് ചെയ്യും? ആ തെറ്റ് പൊറുക്കപ്പെടുന്ന. എല്ലാവരും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ നിസ്കരിച്ചാൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. എന്തിനു തെറ്റ് ചെയ്യാൻ വേഗം പള്ളിയേക്ക് ഓടി വരിക. അങ്ങനെ കുറെ ആളുകളുണ്ട് കേട്ടോ. അസ്രസ്കാരം കഴിഞ്ഞാൽ നേരെ ഹോട്ടലിൽ പോവും. ഒരു 2 സിനിമ മഗ്‌രിബ് വരെ സിനിമ ആണ് ഹോട്ടലിൽ നിന്നിട്ട്. ഇടയ്ക്ക് ഓരോ കട്ടൻ ചായ. ഈ ഹോട്ടലുകാരൻ അവിടെ തന്നെ ഇരിക്കൊണ്ടൊരു വിഷമം വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഇടക്കിടക്ക് ഒരു കട്ടൻ ചായ ഒരു നുറുക്കും. എന്നിട്ട് മഗ്‌രിബിക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല, അള്ളാനെ കുതിരാക്കും പോലെ. ബസ് കയറിയിട്ട് ഞാൻ ഒരാളെ കാലുമ നന്നായിട്ട് ചവിട്ട് കൊടുത്തു. ഒരു വട്ടൊക്കെ എണ്ണി തിരക്കടില്ല, സോറി ഇട്ടോ എന്ന് പറഞ്ഞാൽ അയാള് വേദന കടിച്ചിറക്കിയിട്ട് ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതേപോലെ നന്നായി ഒരു ചവിട്ടും കൂടി കൊടുത്താല് ഐ ആം സോറി, വെരി സോറി എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാവില്ല. അതിന്റെ മുമ്പ് ചെറിക്കാടി ഇട്ടു. ഇത് കുതിരാക്കെന്ന് മനസ്സിലായി. ഇതെന്താ ഇങ്ങനെ ഒരു ചവിട്ടൽ? ഇതേപോലെയാണ് സഹോദര. വെറുതെ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാരാകുമ്പോ കുറച്ചൊക്കെ തെറ്റുകൾ വരും. പക്ഷെ നമ്മൾ അതിനായിട്ട് എന്നാലും ഇതൊരു കുതിരാക്കേണ്ട പരിപാടിയാണ്. ചെയ്യരുത് സഹോദര. എന്തായിരുന്നാലും നിസ്കരിക്കുന്ന ഒരാള് യഥാർത്ഥ നിസ്കാരമാണെങ്കിൽ അവൻ ഹറാമ് ചെയ്യൂല. അതായത് അസർ ശരിക്കും നിസ്കരിക്കേണ്ട പോലെ ഇവിടുന്ന് നിസ്കരിച്ചു പോയ ഒരാൾക്ക് പിന്നെ അവിടെ പോയി ചായ അടിക്കുമ്പോൾ ആ സ്ക്രീനിക്ക് നോക്കിയിട്ട് ഒരു പെണ്ണിന്റെ രൂപം കാണാനോ ആ സ്റ്റണ്ട് കാണാനോ തട്ടിക്കൊണ്ടുപോലെ കാണാനോ തോന്നൂല. ഇയാളെ നിസ്കാരം ശരിയായിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തടയും. ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തെറ്റായ കാര്യങ്ങളെ, നീചവൃത്തികളെ നിസ്കാരം തടയുന്നതാണ്. നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരു തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും, ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വരും. എന്നാലും ഒരു വലിയ തെറ്റിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂല. പിന്നെ നിസ്കരിക്കുന്ന എത്രയോ ആൾക്കാർ കള്ളുടിക്കുന്നുണ്ട്. നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ വ്യഭിചരിക്കുന്നവരുണ്ട്. വാട്സപ്പിൽ ഒരാൾ കള്ള് കുടിച്ചിരിക്കുന്ന ഫോട്ടോ കാണിച്ചു തന്നു. ഒരു യാത്രയിൽ സുബ്ഹാനല്ലാഹ്, ഇവന്റെ പേഴ്സിന്റെ അപ്പുറത്ത് കിടക്കുന്നു, മൊബൈലിന്റെ അപ്പുറത്ത് കിടക്കുന്നു. മൊബൈലൊക്കെ ഇങ്ങനെ അന്തം വിട്ട് കിടക്കുന്നുണ്ട്. ഇയാളുടെ ഒരു ഇരുത്തം, തുണിയൊന്നുമില്ല. ഇയാളോ എല്ലാ ദിവസവും സുബഹിക്ക് ജമാഅത്തിനും വരും, കുറച്ചേരം ഓതിയിട്ടാ പോയത്. എന്താ സംഭവം? അതിന് മറേ. മലപ്പുറം ജില്ലയിൽ നിന്ന് കോടികളുമായിട്ട് മുങ്ങിയ ഒരാൾ വെള്ള തുണിക്കുപ്പ അയാൾ എടുക്കുക. അദ്ദേഹം മുങ്ങി, കോടികളുമായിട്ട് മുങ്ങി. പിന്നീട് അദ്ദേഹം പൊങ്ങിയപ്പോ ചോദിച്ചു, എങ്ങനെ എൻ്റെ അടുത്ത് ഈ ആൾക്കാരൊക്കെ ഈ പൈസ കൊടുക്കുന്നത്? ഫോൺ പറഞ്ഞെന്താ അറിയാം, ഈ വെള്ളത്തുണി കുപ്പായ എടുത്തും ചെയ്തു, എല്ലാ ജമാഅത്തിനും ഞാൻ വന്നും ചെയ്തു, അതോടെ ആൾക്കാർക്ക് വിശ്വാസമായി. അപ്പൊ ആൾക്കാരിൻ്റെ അടുത്ത് പൈസ. എന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഒരിക്കൽ ഇയാളോട് സംഘാടകര്, നമുക്ക് റബീഉൽ അവ്വലിക്ക് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ കുറച്ച് പൈസ വേണമല്ലോ, ഇയാൾ 2000 തൊട്ടാണ് എടുത്തു. ഞാൻ അങ്ങനെ കരുതി, എന്തോ ഒരു നല്ല മനുഷ്യൻ, കണ്ടോലെ പൈസനെ എടുത്തോർക്കുണ്ട്. പിന്നല്ലേ മനസ്സിലായത് ഓനെന്തോർത്തൂടെ സമ്മാനം വാങ്ങാൻ. ഞാൻ കരുതി അല്ലാഹ് നന്നായി കിട്ടി. ഇതാണ് കളി, ഇതൊക്കെ ഒരു മറയാണ്. സഹോദര ശ്രദ്ധിക്കണം. അപ്പൊ നിസ്കാരമായാൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും? തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഈ നിസ്കാരമാകൽ എങ്ങനെയാണ്? നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരം എന്ന് പറയുമ്പോ സഹോദര 10 ഘടകങ്ങള്. നിസ്കാരം എന്ന് പറയുമ്പോ സഹോദര അത് അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് നമ്മൾ പള്ളിയിലാണ്, തിരിയുന്നത് കഅബയിലേക്കാണ്. പക്ഷെ സാന്നിധ്യം എവിടെയാണ്? അള്ളാഹുവിന്റെ മുന്നിലാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്നതും നാവ് കൊണ്ട് ചൊല്ലുന്നതടക്കം 10 ഘടകങ്ങളുണ്ട്. ഖിയാം, ഒന്ന് നൃത്തം, ഖുഊദ് ഇരുത്തം, റുകൂഅ് നമുക്കറിയാലോ. നമ്മുടെ 2 കൈകൾ മുട്ടും കാലിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കരുത്, റുകൂഅ്. സുജൂദ്, 4-മത്തത് നമ്മുടെ 2 കാലുകൾ അടിയിലുണ്ടാവും, വിരലുകളുടെ പള്ള നിലത്ത് വെക്കണം. 2 മുട്ടുകളാണ് പിന്നെ വെക്കേണ്ടത്, പിന്നെ 2 കൈകളാണ്, പിന്നെ നമ്മുടെ നെറ്റിയാണ്. ഇങ്ങനെ 7 അവയവങ്ങൾ നിലത്ത് വെക്കുന്നു. ഇതാണ് സുജൂദ്. ഇനി നോക്കൂ, ഖിറാഅത്തിന്റെ ഫാത്തിഹ നിർബന്ധ, സൂറത്ത് സുന്നത്ത്.
അതുപോലെ തന്നെ തസ്ബീഹ് ഉണ്ട്. നമ്മൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട് റുകൂലും സുജൂദിലും ഒക്കെ. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി റുകൂൽ ചെല്ലുന്നുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അതുപോലെ സഹോദര അടുത്തത് തഹ്മീദാണ്. അല്ലാഹനെ സ്തുതിക്കുന്നുണ്ട് നമ്മൾ. റബ്ബനാ ലക്കൽ ഹംദ്. എഴുത്തിദാരിൽ നമ്മൾ ചൊല്ലുന്നത് യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ ഉണ്ട്. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്നത് റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅ്നി വർസുഖ്നി വഹ്ദിനി വആഫിനി. ആദ്യം തന്നെ നമ്മൾ ഫുർഖലിനെ തേടാണ്. അതുപോലെ സ്വലാത്തുണ്ട്. അത്തഹിയാത്തിന്റെ ശേഷം നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ദുആ ഉണ്ട്. അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ സ്വലാത്തിന്റെ ശേഷം ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 10 ഘടകങ്ങൾ അടങ്ങിയ ഈ നിസ്കാരം അത് യഥാർത്ഥ നിസ്കാരമാണെങ്കിൽ അവന്റെ അടുത്ത് തെറ്റുകൾ വരൂല, നാളെ പരലോകത്ത് രക്ഷപ്പെടും. അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദര, നല്ല ഭക്തി വേണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ അരിപ്പയാണ് തക്ബീറത്തുൽ ഇഹ്റാം. നമ്മളിപ്പോ ഒരു ജ്യൂസ് അടിച്ചിട്ട് അത് ഒരു അരിപ്പ വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് കൊടുക്കുന്നത് എന്തിനാണ്? അതിലുള്ള വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം? ആ അരിപ്പയിൽ തടഞ്ഞിക്കണം അല്ലേ? എന്നിട്ട് അതിന്റെ അടിയിലേക്ക് പോകുന്ന വളരെ ശുദ്ധമായത്. അതിൽ പിന്നെ എന്തില്ല, വേണ്ടാത്തൊന്നുമില്ല. ഇതേ രൂപത്തിൽ നിസ്കാരത്തിന് മുമ്പ് നമ്മളെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ, ദുനിയാവിന്റെ ഒരുപാട് കാര്യങ്ങൾ, എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒതുവൊക്കെ എടുത്ത് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നോക്കൂ, അല്ലാഹു അക്ബർ, ഇതായിരിക്കണം. അതായത് ഇനി ഒന്നും പുറത്തുനിന്ന് കയറാൻ പാടില്ല എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അരിപ്പൊക്കെ ഭയങ്കര ഓട്ടയാണ്. ജ്യൂസ് അടിച്ചിട്ട് നമ്മളിപ്പോ ഒരു ചായ അരിക്കാൻ വേണ്ടി ഒരു അരിപ്പ് വെച്ച ചില അരിപ്പിന്റെ ഉള്ളിൽ കൂടി എല്ലാം പോകും. അത് വക്കാക്ക ഹൈർ, വെറുതെ എന്തിനാ അയിമുള്ള അണുക്കളും കൂടി അടിക്ക് പോകുന്നു. ഇതേപോലെ നമ്മൾ നോക്കും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇനി ഒരു ചിന്തയും വരാൻ പാടില്ല. ഇനി നമ്മൾ അള്ളാന്റെ മുന്നിലാണ്, നേരെ കാണുന്നില്ല എന്നുള്ളൂ, അവൻ ഇങ്ങോട്ട് കാണുന്നില്ല. വേറെ ഒരു ചിന്തയും പുറത്തുനിന്ന് കയറാൻ പാടില്ല. അങ്ങനെയാണ് വേണ്ടത്. അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു അത് അരിപ്പാണ്. എന്നാൽ അതേ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അല്ലാഹു അക്ബർ, ഇങ്ങോട്ട് വരും ചിന്തകൾ. അതുവരെ ഇല്ലാത്തത് മുഴുവൻ വരും. ഓർമ്മയില്ലാത്തത് വല്ലതും ആകെ ഇടങ്ങാറായിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ നിന്നാൽ മതി, അത് കിട്ടി. ഈ കല്യാണത്തിന് പറയാൻ ആരും ബാക്കില്ല, ഒക്കെ റെഡിയാണ്. അൽഹംദുലില്ലാഹ്, ഒരാഴ്ച കല്യാണം പറച്ചിൽ തന്നെയായിരുന്നു, ഇപ്പൊ എല്ലാം റെഡിയായി. കാരണം പറഞ്ഞതൊക്കെ ടിക്കറ്റ് ഇട്ടിട്ട് റാഹത്തായിട്ട് ലോറിസ്കരിക്കാൻ പോയതാണ്. അല്ലാഹു അക്ബർ. ഫാത്തിഹന്റെ നല്ല ടൈമിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഓതിയപ്പോഴാണ് പടച്ചോനെ ഓർമ്മട്ടി ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിസ്കാരത്തിലൂടെ മറ്റന്നാളത്തെ കല്യാണത്തിന് ഇപ്പൊ ഇന്ന് വിളിച്ച് പറഞ്ഞാൽ ഇപ്പൊ എന്താവും കരുതുക. ഇനിയിപ്പോ തന്നെയാണ് അത്തഹിയാത്തിൽ ഇല്ലല്ലാന്നൊക്കെ പറയും, ഒരാളോടും കൂടി പറയാണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മോന്റെ ഞാൻ തമാശ പറയല്ല, ഞാനും നിങ്ങളാണ് ഇതിന്റെ അർത്ഥം. ഇല്ലല്ലാന്ന് പറഞ്ഞു വരലൂർ. ഇനി നിസ്കാരം കഴിഞ്ഞാൽ എന്തെയും വേഗം മൊബൈൽ എടുത്തിട്ട് വിളിച്ചിട്ട് ഇത് പറഞ്ഞ ഒരു സമാധാനമില്ല. നിങ്ങൾ ആലോചിച്ചോ, ഇനി ശരിയായി. ഇങ്ങനെ നിസ്കാരത്തിലേക്കാണ് കയറിക്കഴിഞ്ഞാൽ പലജാതി ചിന്തകൾ. സഹോദര, ഖിയാമത്ത് നാളിൽ ഒരാൾ അള്ളാന്റെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അതിലേറെ ഭയത്തോടുകൂടെയാണ് നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. അലി റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ വരുന്ന സമയത്ത് മുഖം വിവർണമാകുമായിരുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ നിസ്കരിക്കാൻ വരുമ്പോ വല്ലാതെ മുഖം വിവർണമാകുമായിരുന്നു. ചോദിച്ചു അദ്ദേഹത്തോട്, എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രയാസം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരുടെ മുന്നിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ശരിയല്ല സഹോദര, കലക്ടറോട് സംസാരിക്കാൻ പോകുമ്പോ, SP-യോട് സംസാരിക്കാൻ പോകുമ്പോ, DGP-യോട് സംസാരിക്കാൻ പോകുമ്പോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുമ്പോ എത്ര പേടിയോടുകൂടെ, എത്ര ആദരവോടുകൂടെ, അത് കഴിയുന്നതുവരെ സമാധാനമില്ല, വല്ലാത്തൊരു നെഞ്ചടിപ്പ്. എങ്കിലും നോക്കൂ, സർവശക്തനായ അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പേടിയില്ല, ഒരു പ്രശ്നമില്ല. ചിന്ത വേറെ എവിടെ ആവരുത്, അള്ളാന്റെ മുന്നിലാ. ഖിയാമത്ത് നാളിൽ ഒരാൾ വരുമ്പോ എത്ര പേടി വേണം, അതിലേറെ പേടി വേണമെന്നാണ് സഹോദര മഹത്തുക്കളായ ആളുകൾ വിശദീകരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാൾ നിസ്കരിക്കുമ്പോൾ തന്റെ വലതുഭാഗത്ത് ആരാണ് എന്താണ്, തന്റെ ഇടതുഭാഗത്ത് ആരാണ് എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കാതിരിക്കലാണ് നിസ്കാരത്തിലെ ഭക്തി എന്ന് പറയുന്നത്. അവ ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മൾ വേഗം വന്ന് തക്ബീറട്ടി,
പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ആരാ നിൽക്കണ്ട അതറിയാൻ അത് സമാധാനമില്ല. ഇപ്പുറത്ത് പുതിയതൊരാൾ വന്നാൽ അതാരാ, ഓൻ പുതിയ തുണി എടുത്തോ, ഇതേതാ പാന്റ്, കുപ്പായം, ഇങ്ങനെ ചിന്ത വരെയാണ്. വരരുത് സഹോദര. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിസ്കരിക്കുമ്പോ തന്റെ വലതും തന്റെ ഇടതും ആരാണെന്ന് അറിയാൻ ശ്രമിക്കാതിരിക്കൽ, അതാണ് ഭക്തി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അങ്ങനെ ഒരാൾ അറിയാൻ ശ്രമിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. നമ്മള് ഇടത്തും വലത്തും മാത്രമല്ല, ജുമുഅക്ക് വന്നിട്ട് ഏറ്റവും ബേക്കറി സഫിലാണെങ്കിൽ ഔത്തെ പള്ളി ആകെ നോക്കുക, അകത്തെ പള്ളിയിലുള്ള ആകെ. അതിലെങ്ങാനും ബാക്കിന്ന് നോക്കുമ്പോൾ ഒരാളെ നമുക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിൽ പറയും വേണ്ട, നിസ്കാരം കഴിയുന്നത് വരെ പിന്നെ അങ്ങോട്ട് തന്നെ ഇടങ്ങാറായി. ഓൻ സലാം വീട്ടിട്ടപ്പം വീട്ടുള്ളൂ, വലത് ഭാഗത്ത് സലാം വീട്ടിയപ്പോ മനസ്സിലായി അവനായിരുന്നപ്പോ അത് അറിയില്ലല്ലോ, ആള് കുറച്ച് തടി കൂടി ഡ്രസ്സ് മാറിയിട്ടുണ്ടെന്ന്. എന്തിനാ ജുമുഅ ഭാഗത്തിലാക്കി, എന്താ മുന്നിൽ നിന്നാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. തീരെ ഒരു ശ്രദ്ധയില്ല, തീരെ ഒരു ശ്രദ്ധ. ഭക്തി എന്ന് പറഞ്ഞത് പറ്റേ ചോർന്നു പോവാണ്. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിട്ട് സഹോദര, ഇന്ന് നമ്മൾ വിശദീകരിച്ച ഖലം സൂറത്തിലെ ലാസ്റ്റ് ആയത്തുണ്ടല്ലോ, വയദുഊന ഇലസ്സുജൂദി ഫലാ യസ്തതിഊൻ ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. നിസ്കാരം ഉപേക്ഷിക്കരുത്. വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഖളാ വീട്ടണം. നിസ്കരിക്കുന്നത് തന്നെ വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി ഒരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് നല്ല ശുദ്ധിയോടുകൂടെ സഹോദര നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലാണ്. അത് കൃത്യമായിട്ട് നിർവഹിച്ചാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പിറകെ വരും. അല്ലാഹു തആല ഈ കാര്യം വളരെ ശ്രദ്ധിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. ഇനി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു മാസം മുമ്പ് മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരന് 3 ഖുർആൻ ക്ലാസ്സിലേക്ക് ചായ അതിന് ചെലവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ആ സഹോദരന്റെ മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിലെ ആ ബക്കറ്റ് കളക്ഷൻ 1100 രൂപയാണെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നമ്മള് ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഒരു 2 മിനിറ്റ് ദുആ കഴിഞ്ഞതിന്റെ ശേഷം എല്ലാവരും ചെറിയൊരു കാര്യം, മൈക്കൊന്നും വേണ്ട, ഞങ്ങളെടുത്ത് കണ്ടുവരും. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഉണർത്തേണ്ട, അതുകൊണ്ട് ആരും പോകരുത്. ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഒരു 2-3 മിനിറ്റ് നിങ്ങളൊന്ന് ഇരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് പറയാം. فَاعْلَمْ أَنَّهُ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم
اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഖുർആനിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. മുത്തഖീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുമെന്ന് സൂറത്തുൽ ബഖറയിൽ നീ പഠിപ്പിച്ചു. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ വഴി ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ